പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം പരിശുദ്ധൻ 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 ഉരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ എൻ്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹാ രാജാവേ നിനക്ക് സ്തുതി. ബാറയ്ക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നിങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യ ശക്തി മഹത്വം നിനക്കുള്ളതാകുന്നു. ആമേൻ. നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. നിന്റെ ഉദരഫലമായി ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യക മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ. സങ്കീർത്തനം. യഹോവയെ സ്തുതിപ്പീൻ. യഹോവയ്ക്ക് പുതിയൊരു പാട്ടും ഭക്തന്മാരുടെ സഭയിൽ അവൻ്റെ സ്തുതിയും പാടുവീൻ. ഇസ്രായേൽ തന്നെ ഉണ്ടാക്കിയവന് സന്തോഷിക്കട്ടെ. സിയോന്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ. അവർ നൃത്തം ചെയ്തുകൊണ്ട് അവൻ്റെ നാമത്തെ സ്തുതിക്കട്ടെ. തപ്പിനോടും കിന്നരത്തോടും കൂടെ അവനെ കീർത്തനം ചെയ്യട്ടെ. യഹോവ തൻ്റെ ജനത്തിൽ പ്രസാദിക്കുന്നു. താഴ്മയുള്ളവരെ അവൻ രക്ഷ കൊണ്ട് അലങ്കരിക്കും. ഭക്തന്മാർ മഹത്വത്തിൽ ആനന്ദിക്കട്ടെ. അവർ തങ്ങളുടെ ശൈകളിൽ ഘോഷിച്ചുല്ലസിക്കട്ടെ. അവരുടെ വായിൽ ദൈവത്തിൻ്റെ പുകഴ്ചകളും അവരുടെ കയ്യിൽ ഇരുവായുത്തലയുള്ള വാളും ഉണ്ടായിരിക്കട്ടെ. ജാതികൾക്ക് പ്രതികാരവും വംശങ്ങൾക്ക് ശിക്ഷയും നടത്തേണ്ടതിനും അവരുടെ രാജാക്കന്മാരെ ചങ്ങലകളാലും അവരുടെ പ്രഭുക്കന്മാരെ ഇരുമ്പൂലങ്ങളാലും ബന്ധിക്കേണ്ടതിനും എഴുതിയിരിക്കുന്ന വിധി അവരുടെ മേൽ നടത്തേണ്ടതിനും തന്നെ അത് അവൻ്റെ സർവ ഭക്തന്മാർക്കും ബഹുമാനമാകുന്നു. യഹോവയെ സ്തുതിപ്പീൻ. ദൈവമേ സ്തുതിനക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോ. എൻ്റെ അതിപരിശുദ്ധ തിരുനാമം മഹത്വപ്പെടട്ടെ. അഭിനന്ദ തിരുമേനി, വന്യവൈദിക സഹോദരങ്ങളെ, ഓൺലൈൻ ധ്യാന യോഗത്തിൽ പങ്കെടുക്കുന്ന ദൂരെയും ചാരമായിരിക്കുന്ന എല്ലാവരുമേ ക്രിസ്തുയേശു നാമത്തിൽ സ്നേഹവന്ദനം. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുടക്കം കൂടാതെ എല്ലാ ബുധനാഴ്ചയും ഓൺലൈൻ ധ്യാന ശുശ്രൂഷ നിർവഹിപ്പാൻ തക്കോണം ദൈവം തമ്പുരാൻ കനിഞ്ഞനുഗ്രഹികൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇതിലെല്ലാം താങ്ങും തള്ളും പിന്തുണയുമായി നിൽക്കുന്ന എല്ലാവരെയും ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. COVID-19 പ്രതികൂലതയിൽ കൂടി വന്ന് ആരാധിക്കുവാനും ധ്യാന ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനും ആരാധന ജീവൻ നയിക്കുവാനും സാധ്യമല്ലാത്ത ഒരു സാഹചര്യത്തിൽ പരിമിതിയുടെ നടുവിൽ നിന്നുകൊണ്ട് ദൈവകൃപ പങ്കുവെക്കുവാൻ തക്കവണ്ണം ഈ ശുശ്രൂഷ സഹായിക്കുന്നു എന്ന് ദൈവസന്നിധിയിൽ പ്രത്യാശിക്കുക.
വളരെ പ്രതികൂലതയുടെ നടുവിലും പ്രേരണ നൽകുന്ന ദൈവത്തിൻ്റെ വചനം കാലാകാലഘട്ടങ്ങളിൽ ദൈവം തമ്പുരാൻ പ്രവാചകന്മാരിലും പ്രഘോഷകന്മാരിലും സുവിശേഷങ്ങളിലൂടെയും ദൈവമക്കൾക്ക് പകർന്നു നൽകിയ ധന്യമായ അനുഭവം ഇന്നും നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായി നിലകൊള്ളുന്നൊരു സംഗതിയാണ്. എവിടെ ദൈവവചനം വായിക്കുന്നുവോ, എവിടെ ദൈവവചനം ധ്യാനിക്കുന്നുവോ, അവിടെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പരിവർത്തനം ഉണ്ടാകും എന്ന അനുഭവത്തിലൂടെ നമ്മളെ പഠിച്ചിട്ടുണ്ട്. വചനം തിരോധാനം ചെയ്തതിൻ്റെ പ്രതിധ്വനിയിൽ ഉൾക്കൊള്ളുന്ന ഒരു സമയമാണ് നമ്മുടെ ആരാധനാ വർഷത്തിൽ. കർത്താവിന് വേണ്ടി അനേക രാജകന്യകമാർ നോമ്പുപവാസത്തോടെ കാത്തിരുന്നു എന്ന് ഇസ്രായേൽ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ കാണുവാൻ കഴിയും. അവരിൽ സാധുവായ ഒരു പെൺകുട്ടിയെ ബാല്യാവസ്ഥയിൽ ദൈവകൃപ നിറഞ്ഞവളായി ഗബ്രിയേൽ ദൂതൻ കണ്ടിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ദൈവമാതാവിന് വചനം നൽകി ലോകത്തിന് ദൈവപുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ച ദൈവകൃപയുടെ ഒരനുഭവമാണ് ഈ നാളുകളിൽ നമ്മൾ പങ്കുവെക്കുന്നത്. മറിയാം ദൈവത്തിൻ്റെ വചനം ഉൾക്കൊണ്ടു ലോകത്തിന് പുത്രനെ നൽകി. നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കേണ്ട ഒരു സംഗതിയാണ്. ദൈവത്തിൻ്റെ വചനം നമ്മൾ ഉൾക്കൊള്ളണം, ലോകത്തിന് ദൈവത്തെ പ്രദാനം ചെയ്യുവാൻ കഴിയണം. കന്യാമറിയാമിൻ്റെ വചനിപ്പ് ശുശ്രൂഷയിലൂടെ നമ്മൾ കാണുന്ന അനുഭവം എന്താ? ഗബ്രിയേൽ ദൂതനിലൂടെ ദൈവം വചനം കന്യാമറിയാമിന് പകർന്നു കൊടുത്തു. അവൾ അത് ഉൾക്കൊണ്ടു ദൈവത്തിൻ്റെ പുത്രനെ ലോകത്തിന് പ്രദാനം ചെയ്തു. ഓരോ ദൈവമക്കളും ഈ 25 നോമ്പ് കാലത്ത് നോമ്പിൻ്റെ അനുഷ്ഠാനത്തിലൂടെ യാഥാർത്ഥ്യ ബോധത്തോടെ ദൈവവചനം ഉൾക്കൊള്ളുവാനും ലോകത്തിന് ദൈവപുത്രനെ പകർന്നു കൊള്ളുവാനും കഴിയുന്ന ഒരനുഭവത്തിലേക്ക് ഉയരുവാൻ തക്കവണ്ണം ഈ സമയം ദൈവം സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു കാലഘട്ടത്തിലെ ഞായറാഴ്ച ആരാധനയുടെ വേദവായനകൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാം, സദ്വാർത്തയുടെ ഒരു കാലഘട്ടമാണ്. കഴിഞ്ഞ 2 ആഴ്ചകളിലെ വായനാഭാഗങ്ങളിലൂടെ ദൈവ സന്നിധിയിൽ നോക്കിപ്പാർത്ത 2 കുടുംബങ്ങൾക്ക് ദൈവത്തിൻ്റെ വാഗ്ദാനം ലഭിച്ച, ദൈവത്തിൻ്റെ ദൂത് ലഭിച്ച, കൃപ ലഭിച്ച ഒരനുഭവമാണ് കാണുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 11 മുതൽ 25 വരെയുള്ള ഭാഗങ്ങളിൽ സക്കറിയ എലിസബത്ത് ദമ്പതികൾക്ക് വാർദ്ധക്യത്തിൻ്റെ കാലം വരെയും മക്കളില്ലാതെ ഭാരപ്പെട്ടുവെങ്കിലും നിരാശരാകാതെ പ്രാർത്ഥിക്കുന്ന അവരുടെ പ്രാർത്ഥനയെ ദൈവം തമ്പുരാൻ കൈക്കൊണ്ടിട്ട് സക്കറിയാവിന് അരുളപ്പാട് ലഭിക്കുന്നു, നിൻ്റെ ഭാര്യ ഒരു പുത്രനെ പ്രസവിക്കും. അവിടെ നടക്കുന്ന ചരിത്ര സംഭവങ്ങളൊന്നും ഓർപ്പിക്കുവാൻ തക്കൊണ്ട് ഞാൻ ശ്രമിക്കുന്നില്ല. അവരിരുവരുടെയും പ്രത്യേകത വേദഭാഗത്ത് പറയുന്നുണ്ട്. ഹേറോദേസിൻ്റെ കാലത്ത് അബിയാവിദൻ്റെ ക്രമപ്രകാരം സക്കറിയ ശുശ്രൂഷ ചെയ്യുന്ന ഒരു കാലഘട്ടം. ഭാര്യ അഹറോൻ്റെ പുത്രന്മാരിൽ ഒരുത്തിയെന്ന് വേദഭാഗം പഠിപ്പിക്കുന്നു. ഇവർ 2 പേരും ദൈവസന്നിധിയിൽ നീതി ഉള്ളവരായിരുന്നുവെന്ന് ലൂക്കോസുവിശേഷം വേദഭാഗം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കുന്നവരുമായിരുന്നു. അങ്ങനെയുള്ളവരുടെ ശ്രദ്ധേയമായ പ്രാർത്ഥന ദൈവത്തിൻ്റെ അരുളപ്പാട് സദ്വാർത്ത ലഭിക്കുവാൻ തക്കവണ്ണം കാരണമായി തീർന്നു. വാർദ്ധക്യത്തിൽ തലമുറയെ ലഭിക്കുക. കഴിഞ്ഞയാഴ്ച നമ്മൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെ വചനിപ്പ് പെരുന്നാളിനെക്കുറിച്ച് വായിച്ചു. ദൈവമാതാവിനുള്ള അറിയിപ്പിൻ്റെ ദിവസം ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 26 മുതലുള്ള വാക്യങ്ങളിൽ മാതാവിന് ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷനായി അരുളപ്പാട് നൽകുന്നു. അവിടെയും ഭാര്യാഭർത്താക്കന്മാരെ യൗസേപ്പിനെയും കന്യാമറിയാമിനെയും ശ്രദ്ധിച്ചാണ്. യൗസേപ്പ് നീതിമാനും വിശ്വസ്തനുമായിരുന്നുവെന്ന് വേദപുസ്തകം സാക്ഷീകരിക്കുക. കന്യകയായ മറിയമോ കൃപ നിറഞ്ഞവളായിരുന്നു. അവർ നോക്കിപ്പാർത്ത് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ സദ്വാർത്തമാനം ഗ്രഹിക്കുവാനും ലോകത്തിന് ദൈവത്തെ നൽകുവാനും തക്കവണ്ണം കഴിഞ്ഞു. ഇതിൻ്റെ വ്യാഖ്യാനത്തിലേക്കൊന്നും കടക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയല്ല. ഈ നോമ്പിൻ്റെ 25 നോമ്പിൻ്റെ കാലഘട്ടം ദൈവത്തിന് കൊള്ളാവുന്നവരായി, നീതിയും വിശ്വസ്തതയുള്ളവരായി
പ്രാർത്ഥന നിർഭരായിരുന്നു കൊണ്ട് വചനം ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയണം. നോമ്പ് നോക്കാത്തവനെങ്ങനെ നോമ്പ് വീടി ആചരിക്കുവാൻ കഴിയും? ക്രിസ്തു ഉള്ളിൽ ജനിക്കാത്തവന് എങ്ങനെ ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ആശംസകൾ പകർന്നു കൊടുക്കുവാൻ കഴിയും? ഉണക്ക് പ്രാർത്ഥിച്ച്, ശ്രദ്ധയോടെ പ്രാർത്ഥിച്ച് നോമ്പനുഷ്ഠാനങ്ങളിലൂടെ ക്രിസ്തു നമ്മിൽ പിറക്കുവാനും ആ പ്രാപിച്ച ദൈവത്തെ ലോകത്തിന് ആശംസയോട് പ്രദാനം ചെയ്യുവാനും ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. സദ്വാർത്തയുടെ സുവിശേഷം ലോകത്തിൽ ലഭിച്ചു കന്യാമറിയാമിൻ്റെ ശ്രദ്ധേയമായ ജീവിത ക്രമീകരണങ്ങൾ കൊണ്ടും നോമ്പനുഷ്ഠാന പ്രാർത്ഥന ക്രമീകരണങ്ങളിലൂടെ നമുക്കും അതിന് സാധ്യമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് പ്രവേശിക്കുകയാണ്. ഭദ്രാസന സുവിശേഷ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ആഴ്ചതോറും നടത്തുന്ന ജീവമന്ന ധ്യാന ശുശ്രൂഷ നിറപടിയായി നടത്തുവാൻ തക്കോണം കൃപ നൽകുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഓരോ ആഴ്ചകളിലും നടക്കുന്ന ധ്യാന ശുശ്രൂഷകൾ ദൈവവചനത്തിൻ്റെ പങ്കുവെക്കൽ ഏറെ പേർക്ക് അനുഭവപ്രദമാകുന്നു എന്നുള്ള സാക്ഷീകരണം നമുക്ക് പ്രചോദനം നൽകുന്ന ഒരു സംഗതിയാണ്. അനേക ആളുകൾ കൃത്യതയോടെ ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ളതിൽ അവരുള്ള നന്ദിയും കടപ്പാടും പ്രത്യേകമായിട്ട് അറിയിക്കുക. ഈ ശുശ്രൂഷകളൊക്കെ നിറപടിയായിട്ട് നടക്കുവാൻ തക്കവണ്ണം എല്ലാ ഒത്താശകളും നിർദ്ദേശങ്ങളും അനുഗ്രഹങ്ങളും നൽകുന്നത് ഭദ്രാസനത്തിന് ചുമതല വഹിക്കുന്ന ഡോക്ടർ മാത്യൂസ് മാർ ട്യൂമോത്യൂസ് തിരുമനസ്സുകൊണ്ട് തിരുമനസ്സിനെ നന്ദിയോടെ ഓർത്തുകൊണ്ട് അദ്ദേഹത്തെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി അനുഗ്രഹീതനായ മാത്യു എബ്രഹാം കാരക്കിലച്ചൻ ആത്മീയ സംഘടനയുടെ പ്രവർത്തനങ്ങളും ഈ ധ്യാന ശുശ്രൂഷയ്ക്കൊക്കെ വളരെ ഒത്താശ നൽകുന്നു. അച്ഛനെയും പ്രത്യേകമായിട്ട് ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ധ്യാന ശുശ്രൂഷ അനുഗ്രഹപ്രദമായി നമുക്ക് പകർന്നു നൽകുവാൻ തക്കവണ്ണം ദൈവനിയോഗം ലഭിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജിജോ കെ ജോയി അച്ഛനാണ്. വളരെ പ്രായത്തിൽ പരിമിതി ഉണ്ടെങ്കിലും അറിവിലും കഴിവിലും പ്രാപ്തിയും പാരമ്യവും നേടിയ ഒരു കൊച്ചച്ഛൻ ഇപ്പോൾ കുറിച്ചുമുട്ടം സെൻറ്റ് സ്റ്റീഫൻസ് പള്ളിയുടെ വികാരിയായി സേവനമനുഷ്ഠിക്കുന്നു. അതോടൊപ്പം തന്നെ ബാലസമാജത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് ശുശ്രൂഷ നിർവഹിക്കുന്നു. ഭദ്രാസനത്തിലെ എല്ലാ കാര്യങ്ങൾക്കും നിറപടിയായിട്ട് അച്ഛൻ്റെ സാന്നിധ്യവും സേവനവും ലഭിക്കുന്നു എന്നുള്ളത് നേരിട്ട് എനിക്ക് ബോധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അച്ഛനെ ശുശ്രൂഷകൾ ദൈവം തമ്പുരാൻ അനവധിയായിട്ട് അനുഗ്രഹം നൽകി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇന്ന് ധ്യാന ശുശ്രൂഷ നിർവഹിച്ച് നമ്മെ അനുഗ്രഹിപ്പാൻ തക്കവണ്ണം ബഹുമാനപ്പെട്ട ജിജോ കെ ജോയി അച്ഛനെ വളരെ ആദരപൂർവ്വം ഈ ശുശ്രൂഷയ്ക്കായിട്ട് സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ ജിബി ജോർജ് ഔദ്യോഗിക രംഗത്തു നിന്ന് വിരമിച്ചു. അധ്യാപക പരിശീലന കേന്ദ്രത്തിൻ്റെ പ്രിൻസിപ്പലായിട്ട് സേവനമനുഷ്ഠിച്ചു. ഇപ്പോൾ പരുമല ഹോസ്പിറ്റലോട് ചേർന്ന് നടത്തുന്ന ട്രെയിനിങ് കോളേജിൻ്റെ പ്രിൻസിപ്പലായിട്ട് സേവനമനുഷ്ഠിക്കുന്നുണ്ട്. ഭദ്രാസന സുവിശേഷ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. കൂടുതൽ സമയം ദൈവശുശ്രൂഷയ്ക്കായിട്ട് വേർതിരിച്ചിരിക്കുന്ന ഏറ്റവും ബഹുമാന്യനായ ജിബി ജോർജ് സാറിനെ വളരെ താല്പര്യപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ധ്യാന ശുശ്രൂഷയ്ക്ക് ചേർന്നും അല്ലാതെയുമൊക്കെ ഏറെ അനുഗ്രഹങ്ങളും ഒത്താശയും നൽകുന്ന ഭദ്രാസനത്തിലെ എല്ലാ വന്യവൈദികരെയും അതോടൊപ്പം തന്നെ സുവിശേഷ സംഘത്തിൻ്റെ പ്രവർത്തകരായിട്ടുള്ള എല്ലാ സ്നേഹിതരെയും ദൈവനാമത്തിൽ വളരെ താല്പര്യപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ബഥൽ അരമനപ്പള്ളിയിൽ നടക്കുന്ന ഈ ധ്യാനയോഗം ലോകമെമ്പാടുമുള്ള താല്പര്യപൂർവ്വം ശ്രദ്ധിക്കുന്നവർക്ക് എത്തിച്ചു കൊടുക്കുന്നത് ബഥൽ ക്രിയേഷൻ്റെ ഭദ്രാസന മീഡിയ വിങ്ങിൻ്റെ ചുമതല വഹിക്കുന്ന ബഹുമാന്യ റെനി തോമസ് അച്ഛനും അച്ഛനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന പോൾസൻ ശമാശൻ, ഒബിനച്ചൻ, അതുപോലെ തന്നെ ജിനു കെ ജോസഫ് ഇവരോടെല്ലാമുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിച്ച് ഇതുവരെ അവർ വളരെ സ്നേഹനിർഭരായിട്ട് നിൽക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷയിലും അത് പകർന്നു നൽകുവാൻ തക്കവണ്ണം അവരെ വളരെ താല്പര്യപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ലോകമെമ്പാടും പരിശുദ്ധ സഭയുടെ ഭാഗമായി ദൈവവചനം താല്പര്യത്തോടെ ശ്രദ്ധിക്കുവാൻ തക്കവണ്ണം കാതോർക്കുന്ന എല്ലാ ദൈവമക്കളെയും ഇന്നത്തെ ശുശ്രൂഷ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിപ്പാൻ തക്കവണ്ണം കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി
തമ്പുരാൻ്റെ തിരുസനിൽ സമർപ്പിച്ച് പ്രാർത്ഥനാപൂർവ്വം ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയണപ്പാനും നാദാ, എന്നെ നിനക്കു സുഗന്ധമതായി അർപ്പിപ്പാനും കൃപ ചെയ്യുക. എന്നാദാ നിൻ തിരുമുൻപിൽ ആത്മശരീരമനസ്സുകളെ ശോഭകലർന്ന വിളക്കുകളായി ഞാൻ കത്തിപ്പാറാകണമേ. ഒരു നിമിഷം ദൈവസന്നിധി നമുക്ക് നമ്മുടെ തലകളെ കുനിക്കാം, കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനായ ഞങ്ങളെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ നിന്നെ സ്തുതിക്കുന്ന നാഥ, സ്തോത്രം ചെയ്യുന്നു. തമ്പുരാനെ, അനേകർ ഈ സമയം കാണാതെ ഈ ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെടുമ്പോൾ ദൈവമേ ഈ സമയത്തിലേക്ക് കടന്നു വരുവാനും ഒരുമിച്ചായിരുന്ന് ദൈവമേ നിൻ്റെ വചനങ്ങളെക്കുറിച്ച് ധ്യാനിക്കുവാനും അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ എല്ലാ കൃപയും ഓർത്ത് നിന്നെ സ്തുതിക്കുന്ന നാഥ. നാഥ, ഇന്ന് ഞങ്ങൾ കേൾക്കുന്നതായ വചനങ്ങളെ നിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല നിലത്ത് വീഴുന്ന വിത്ത് പോലെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ 30, 60, 100 മേനി ബലം പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങൾ കേൾക്കുന്നതായ വചനങ്ങൾക്ക് ഞങ്ങളുടെ ഉള്ളിൽ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാ. ഒരുക്കമുള്ള നിലങ്ങളായി ദൈവമേ ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. വചനം സംസാരിക്കുന്ന അടിയനെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, നിൻ്റെ പരിശുദ്ധാത്മ നിറവിൽ നിന്നുകൊണ്ട് സംസാരിക്കുവാൻ തക്കവണ്ണം നിൻ്റെ കൃപയാൽ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് കടപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ നിനക്ക് നിൻ്റെ പിതാവിനും നിൻ്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ചെങ്ങന്നൂർ ഭദ്രാസന സുവിശേഷ സംഘം ഡയറക്ടർ ബഹുമാനപ്പെട്ട തോമസ് കൊക്കാപ്പറമ്പിലച്ചൻ, സുവിശേഷ സംഘത്തിൻ്റെ ഭാരവാഹികളെ, ഓൺലൈൻ മാധ്യമത്തിലൂടെ എന്നെ ശ്രവിക്കുന്ന വന്യ വൈദിക ശ്രേഷ്ഠർ, മറ്റ് പ്രിയപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, ദൈവനാമത്തിൽ സ്നേഹവന്ദനങ്ങൾ നിങ്ങളെല്ലാവരെയും അറിയിക്കുന്നു. കർത്താവിൻ്റെ ജനന പെരുന്നാളിന് മുന്നോടിയായിട്ടുള്ള എൽദോ നോമ്പിൻ്റെ ദിനങ്ങളിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരവും പരിവർത്തനവും ഒക്കെ നടത്തിക്കൊണ്ട് ക്രിസ്തുവിന് ജനിക്കുവാൻ തക്ക ഇടങ്ങളായി നമ്മുടെ ഹൃദയവും മനസ്സുമൊക്കെ മാറ്റപ്പെടുവാനായി ഈ നോമ്പിൻ്റെ ദിനങ്ങൾ ഉതകട്ടെ എന്ന് ആദ്യമേ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഭാരതത്തിലെ സംസ്ഥാനങ്ങളുടെ വലിപ്പം വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരള സംസ്ഥാനം എന്നുള്ളത്. എന്നാൽ സാംസ്കാരികമായിരിക്കുന്ന ഉന്നതങ്ങളിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ മറ്റ് സംസ്കാരങ്ങൾക്ക്, മറ്റ് സംസ്ഥാനങ്ങൾക്കൊന്നും അവകാശപ്പെടുവാൻ സാധിക്കാത്തതായ സംസ്കാര സമ്പന്നമാണ് നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരം എന്നുള്ളത്. അങ്ങനെ നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരത്തിൽ നിന്ന് മറഞ്ഞു പോയിരിക്കുന്നതായ, ഇന്ന് നമുക്ക് വളരെ പരിചിതമല്ലാത്തതായ ഒരു ആചാര അനുഷ്ഠാനത്തെ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ ദിവസത്തിൻ്റെ തിരുവചന ശുശ്രൂഷ ആരംഭിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ജ്യേഷ്ഠ കളയുക അഥവാ ചേട്ട കളയുക എന്നാണ് ആ ആചാരാനുഷ്ഠാനത്തിൻ്റെ പേര് എന്നുള്ളത്. അത് കേൾക്കുമ്പോൾ നമുക്കത് വളരെ അപരിചിതമായിട്ട് തോന്നുന്നു എങ്കിൽ തന്നെയും ഇതുവരെയുള്ള നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ നാം ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അനുഷ്ഠിച്ചിട്ടുള്ളതായ ഒരു ആചാരമാണ് ഈ ജ്യേഷ്ഠ കളയുക അഥവാ ചേട്ട കളയുക എന്ന് പറയുന്നതായ ആചാരം. നമുക്കറിയാം, നമ്മൾ കർക്കിടക മാസത്തെ പൊതുവെ കാണുന്നതെന്ന് പറയുന്നത് പഞ്ഞത്തിൻ്റെ മാസമായിട്ടാണ്. ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും പഞ്ഞത്തിൻ്റെയും പട്ടിണിയുടെയും ഒക്കെ മാസമായിട്ടാണ് നമ്മൾ കർക്കിടക മാസത്തെ കണക്കാക്കുന്നത്.
അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത മാസം എന്ന് പറയുന്നത് ചിങ്ങമാസമാണ്. ചിങ്ങമാസത്തെ നമ്മൾ കണക്കാക്കുന്നതെന്ന് പറയുന്നത് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഉത്സവങ്ങളുടെയും വിളവെടുപ്പുകളുടെയും ഒക്കെ മാസമായിട്ടാണ് ചിങ്ങമാസത്തെ കണക്കാക്കുന്നത്. ഈ കർക്കിടകം കഴിഞ്ഞിട്ട് ചിങ്ങം തുടങ്ങുന്നതായ സമയത്ത് പണ്ട് കാലങ്ങളിൽ നമ്മുടെ ഭവനങ്ങളിലെല്ലാം ഒരു വലിയ ആഘോഷം. നമ്മുടെ വീട്ടിൽ മേഞ്ഞിരിക്കുന്നതായ ഓലകളൊക്കെ അത് പൊടിഞ്ഞു പോയിരിക്കുകയാണെങ്കിൽ കർക്കിടകം കഴിഞ്ഞിട്ട് ചിങ്ങമാസത്തിലേക്ക് പ്രവേശിക്കുന്നതായ സമയത്ത് ആ ഓലയൊക്കെ മാറ്റി പുതിയ ഓല കൊണ്ടുവന്ന് അത് മേയും. നമ്മുടെ വീടിൻ്റെ തറയൊക്കെ അത് പൊട്ടിപ്പൊളഞ്ഞ് കിടക്കുകയാണെങ്കിൽ ചാണകം കൊണ്ടുവന്ന് അത് മെഴുകി ഏറ്റവും ഭംഗിയുള്ളതാക്കി തീർക്കും. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നതായ പായകളും മുറങ്ങളുമൊക്കെ അത് പൊടിഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ ചിങ്ങമാസം തുടങ്ങുന്നതിന് മുമ്പ് അത് കൊണ്ടുപോയി കളഞ്ഞിട്ട് പുതിയത് മേടിച്ച് നമ്മൾ അതിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരും. വീട്ടിൽ പൊട്ടിയ കലങ്ങളും ചട്ടികളും ഒക്കെ ഉണ്ടെങ്കിൽ ചിങ്ങം തുടങ്ങുന്നതിന് മുമ്പ് അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് അതിന് പകരം ഏറ്റവും നല്ലതിനെ വാങ്ങിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ഭവനത്തിലേക്ക് കൊണ്ടുവരും. അതേ രീതിയിലാണ് വീടിൻ്റെ പറമ്പിൽ കളയൊക്കെ കയറി കിടക്കുകയാണെങ്കിൽ ചിങ്ങമാസം തുടങ്ങുന്നതിന് മുമ്പ് അതെല്ലാം ചെത്തി ഒരുക്കി വേലിയെല്ലാം ഭംഗിയായിട്ട് കെട്ടി നമ്മൾ നമ്മുടെ വീടിൻ അതിൻ്റെ ചുറ്റുപാടുമൊക്കെ ഭംഗിയുള്ളതാക്കി തീർക്കും. ഇങ്ങനെ കർക്കിടകത്തെ വിട്ടിട്ട് ചിങ്ങത്തിലേക്ക് സന്തോഷത്തോടുകൂടെ നമ്മൾ കടക്കുകയാണ്. ഐശ്വര്യമില്ലായ്മയുടെ ദേവിയെ പുറത്താക്കിയിട്ട് സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവിയായിരിക്കുന്ന ലക്ഷ്മി ദേവിയെ തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളൊരു ലക്ഷണത്തോടുകൂടെയാണ് ഈ ജ്യേഷ്ഠ കളയുക എന്ന് പറയുന്ന ആചാരം കേരളീയർ ആചരിച്ചു വന്നിരുന്നത്. ഇന്ന് നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്കും ഭൗതിക ജീവിതത്തിലേക്കും നോക്കുമ്പോൾ നമുക്കറിയാം, ഒരിക്കലും നമ്മുടെ ഭൗതിക ജീവിതത്തിൽ ഇന്ന് ഈ ആചാരത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല. എന്നാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന ഒരു ആചാര അനുഷ്ഠാനമാണ് ജ്യേഷ്ഠ കളയുക അഥവാ ചേട്ട കളയുക എന്ന് പറയുന്നതായ ഈ ആചാരം. നമ്മുടെ ഹൃദയങ്ങളിൽ പറ്റിയിരിക്കുന്നതായ പൊടികളെ ഒന്ന് തട്ടിക്കളയുവാനായിട്ട്, നമ്മുടെ മനസ്സിനെ മൂടിയിരിക്കുന്നതായ അഴുക്കിനെ ഒന്ന് കഴുകി വൃത്തിയുള്ളതാക്കി തീർക്കുവാനായിട്ട്, ഏറ്റവും ശുദ്ധിയുള്ളവരായി ഈ പരിശുദ്ധ നോമ്പിലൂടെ കർത്താവിൻ്റെ ജനന പെരുന്നാളിനെ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുവാനായിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന ഒരാചാര അനുഷ്ഠാനമാണ് ജ്യേഷ്ഠ കളയുക അഥവാ ചേട്ട കളയുക എന്ന് പറയുന്നതായ ഈ ആചാരം. ഈ ആചാര അനുഷ്ഠാനം പരിചയപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഈ പകലിൻ്റെ ധ്യാന വിഷയമായി നിങ്ങളുമായി ചേർന്ന് ചിന്തിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന പരിശുദ്ധ വേദഭാഗം ആവർത്തന പുസ്തകം അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. ആവർത്തന പുസ്തകം 12-ാം അധ്യായം 8-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: നാം ഇന്ന് ഇവിടെ ഓരോരുത്തൻ താതാന് ബോധിച്ച പ്രകാരമൊക്കെയും ചെയ്യുന്നത് പോലെ നിങ്ങൾ ഇനി ചെയ്യരുത്. യാഗങ്ങളുടെ പശ്ചാത്തലത്തിൽ കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുവാനായിട്ട് തയ്യാറെടുക്കുന്ന ഇസ്രായേൽ ജനത്തോട് യഹോവ മോശ മുഖാന്തരം അരുളി ചെയ്യുകയാണ്, നാം ഇന്ന് നിങ്ങൾ ഓരോരുത്തൻ താതാന് ബോധിച്ച പ്രകാരമൊക്കെയും ചെയ്തതുപോലെ കനാനിലേക്ക് പ്രവേശിക്കുന്നതായ സമയത്ത് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് എന്ത് വേണമെന്നാണ് പറയുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ആവശ്യമാണ് എന്ന് തിരുവചനം പഠിപ്പിക്കുക. കർത്താവിൻ്റെ മുന്നോടിയായിരിക്കുന്ന യോഹന്നാൻ സ്നാപകൻ പഠിപ്പിച്ചു വെച്ചതും കർത്താവ് യോഹന്നാൻ നിർത്തിയെടുത്ത് നിന്ന് തുടങ്ങിയതും ഈ ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ടാണ്. എന്തായിരുന്നു കർത്താവ് പഠിപ്പിച്ചത്? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവേ. മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിന് ഒരന്തരം, മനസ്സിന് ഒരു മാറ്റം സംഭവിക്കണം. പ്രിയമുള്ളവരെ, അതാണ് ഈ പരിശുദ്ധ വേദഭാഗം പറയുന്നത്. നാം ഇന്ന് ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തൻ അവനവന് ബോധിച്ച പ്രകാരമൊക്കെയും ചെയ്തു, അവനവന് ബോധിച്ച പ്രകാരമൊക്കെയും പ്രവർത്തിച്ചു. എന്നാൽ ഇനി നിങ്ങൾ അങ്ങനെ ആകരുത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വേണമെന്ന് പറയുകയാണ്? ഒരു മാറ്റം വേണമെന്ന് പറയുകയാണ്. നമുക്കറിയാം, നമ്മളെല്ലാം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നവരാണ്. പരിശുദ്ധ സഭയുടെ ക്രമീകരണം അനുസരിച്ച് 7 യാമങ്ങളിൽ പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. അത് ചുരുക്കി നമ്മൾ 2 നേരം 2 യാമങ്ങളിലാക്കി നമ്മളതിനെ ചുരുക്കുന്നുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന മുട്ടുകുത്തുന്ന നമ്മളിൽ നിന്ന് ഓരോ യാമങ്ങളിലും പ്രാർത്ഥന കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുന്ന നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം സംഭവിക്കാറുണ്ടോ? നമ്മളെല്ലാവരും കുർബാന അനുഭവിക്കുന്നവരാണ്. ഓരോ തവണയും കുർബാന അനുഭവിക്കുവാനായിട്ട് ദേവാലയത്തിൻ്റെ പടികടന്നെത്തുന്ന നമ്മളിൽ നിന്ന് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ ഉള്ളിൽ ഏറ്റുവാങ്ങിയിട്ട് തിരിച്ചിറങ്ങിപ്പോകുന്ന നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം സംഭവിക്കാറുണ്ടോ? ഓരോ ബുധനാഴ്ചയും തിരുവചന ധ്യാനം കേൾക്കുന്നവരാ നമ്മൾ. ഓരോ തവണയും
ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളെക്കുറിച്ചുള്ള ധ്യാനവാക്യങ്ങൾ കേൾക്കുവാനായിട്ട് ദൈവമുമ്പാകെ ഇരിക്കുന്ന നമ്മളിൽ നിന്ന് ഈ വചനങ്ങൾ കേട്ടിട്ട് തിരിച്ചെഴുന്നേക്കുന്ന നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ടോ? എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമെങ്കിലും വരുത്താനായിട്ട് കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളെന്ന് പറയുന്നത് വെറും വാക്കിൻ്റെ ജൽപ്പനം മാത്രമാണ്, വെറും അധരവ്യായാമം മാത്രമായിട്ട് നമ്മുടെ പ്രാർത്ഥനകൾ മാറ്റപ്പെടുകയാണ്. നമ്മുടെ കുർബാന അനുഭവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമെങ്കിലും വരുത്തുവാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന കുർബാന നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ കർത്താവിൻ്റെ ശരീരവും രക്തവുമായിട്ടല്ല പ്രവർത്തിക്കുന്നത്, വെറും ഗോതമ്പപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും ഫലം മാത്രമേ അത് ചെയ്യത്തുള്ളൂ. നമ്മൾ കേൾക്കുന്ന തിരുവചന ധ്യാനത്തിന് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ പറഞ്ഞുകൊള്ളട്ടെ, ദൈവം അനുഗ്രഹിച്ച് നൽകിയതായ ഒരു 1.5 മണിക്കൂർ നമ്മൾ ചുമ്മാതെ വേസ്റ്റാക്കി കളയുക. തിരുവചനത്തിൽ യഹോവയാം ദൈവം ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, നിങ്ങൾ കനാനിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇപ്പോൾ ഇതുവരെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിച്ചു, എന്നാൽ ഇനി നിങ്ങൾ അങ്ങനെ ആകരുത്, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വേണം? മാറ്റം വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ദൈവവചനത്തിനനുസരിച്ച് വേണം ഇസ്രായേൽ ജനം മാറിയതായിട്ടാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. ഇസ്രായേൽ ജനം ദൈവവചനത്തിനനുസരിച്ച് വണ്ണം തങ്ങളുടെ ജീവിതത്തിൽ വരുത്തിയ 4 മാറ്റങ്ങളെയാണ് ഈ പകലിൻ്റെ ധ്യാന ചിന്തയായിട്ട് നിങ്ങളുമായി ചേർന്ന് ചിന്തിക്കുന്നത്. ദൈവകൽപ്പനയ്ക്കനുസരിച്ച് വണ്ണം ഇസ്രായേൽ ജനത അവരുടെ ജീവിതത്തിൽ വരുത്തിയ ഒന്നാമത്തെ മാറ്റം എന്നുള്ളത് അവകാശത്തേക്കാൾ ഉപരി കർത്തവ്യത്തിന് പ്രാധാന്യം നൽകുന്നവരായിട്ട് ജനം മാറി. എന്താണ്? അവകാശത്തേക്കാൾ ഉപരി കർത്തവ്യത്തിന് പ്രാധാന്യം നൽകുന്നവരായിട്ട് ജനം മാറി. ഇസ്രായേൽ ജനത്തിൻ്റെ 40 വർഷത്തെ മരുഭൂപ്രയാണ ചരിത്രം എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം, എവിടെയൊക്കെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം ജനം ശക്തമായി ശബ്ദമുയർത്തും, മോശെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്, നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശങ്ങൾ നേടിത്തരിക. പക്ഷെ ഒരിടത്തു പോലും എൻ്റെ കർത്തവ്യം ഇതാണ് എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്നതായ ഇസ്രായേൽ മക്കളെ നമുക്ക് വേദപുസ്തകത്തിൽ കാണാനായിട്ട് കഴിയുന്നില്ല. 2 വേദഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് തരികയാണ്. ഒന്നാമത്തെ വേദഭാഗം പുറപ്പാട് പുസ്തകം അതിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 1-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: അനന്തരം ഇസ്രായേൽ മക്കളുടെ സംഘമെല്ലാം സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്ത പ്രയാണങ്ങളിൽ അവർ റെഫീദീമിൽ എത്തി പാളയമിറങ്ങി. അവിടെ ജനത്തിന് കുടിപ്പാനായിട്ട് വെള്ളമില്ലായിരുന്നു. അതുകൊണ്ട് ജനം മോശയോട്, ഞങ്ങൾക്ക് കുടിക്കുവാനായിട്ട് വെള്ളം തരിക എന്ന് കലഹിച്ചു പറഞ്ഞു. ജനം റെഫീദീമിലെത്തി പാളയമിറങ്ങി. അവിടെ ഒരു വലിയ പ്രതിസന്ധി ജനത്തെ അഭിമുഖീകരിക്കുകയാണ്. ജനത്തിന് കുടിപ്പാനായിട്ട് എന്തില്ല? അവിടെ വെള്ളമില്ല. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും ഈ ലോകത്ത് മനുഷ്യന് ജീവിക്കുമ്പോൾ അവൻ്റെ അവകാശങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു അവകാശമാണെന്ന് പറയുന്നത് കുടിനീര്, കുടിക്കുവാനുള്ള വെള്ളം എന്ന് പറയുന്നത്. ഇസ്രായേൽ ജനയും മരുഭൂമിയിലൂടെ യാത്ര ആരംഭിച്ചതായ സമയത്ത് സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് റെഫീദീമിൽ എത്തിക്കഴിഞ്ഞപ്പോൾ കുടിക്കുവാനായിട്ടുള്ള വെള്ളം അവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് ജനം മോശയോട് പറയുകയാണ്, മോശേ, ഞങ്ങൾക്ക് കുടിക്കുവാനുള്ള വെള്ളം എന്ന് പറയുന്നത് ഞങ്ങളുടെ അവകാശ, നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശത്തെ നടത്തി തരിക എന്നുള്ളത്. അവകാശം നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവകാശത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്നതായ ഇസ്രായേൽ മക്കൾ. 2-ാമത്തെ വേദഭാഗമാണ് സംഖ്യാപുസ്തകം അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 5ഉം 6ഉം വാക്യങ്ങൾ. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 5ഉം 6ഉം വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആർ തരും? ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുമന്നുള്ളി, ചിത്തുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോഴോ ഞങ്ങളുടെ പ്രാണൻ ഞങ്ങളുടെ ഉള്ളിൽ പൊരിഞ്ഞിരിക്കുന്നു. ഈ മന്നയല്ലാതെ ഞങ്ങൾക്കൊന്നും കാണുവാനില്ല എന്ന് പറഞ്ഞു. നമുക്കറിയാം, ദൈവം വിശന്നു വലഞ്ഞതായ ഇസ്രായേൽ ജനതയ്ക്ക് സ്വർഗത്തിൻ്റെ കിളിവാതിലുകൾ തുറന്നുകൊണ്ട് എന്ത് ഭക്ഷണമായിട്ട് നൽകുന്നു? സ്വർഗീയ ഭക്ഷണമായിരിക്കുന്ന മന്ന നൽകുന്നുണ്ട്. നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്, ഈ സ്വർഗീയ ഭക്ഷണമായിരിക്കുന്ന മന്ന എന്ന് പറയുന്നത്. ദൈവം ഇസ്രായേൽ ജനത്തിന് യാത്രയിൽ ക്ഷീണിച്ചു പോകുവാതിരിക്കുവാനായി സ്വർഗത്തിൻ്റെ കിളിവാതിലുകൾ തുറന്നുകൊണ്ട് സ്വർഗീയ ഭക്ഷണമായിരിക്കുന്ന മന്ന 40 കൊല്ലത്തോളം അത് പൊഴിച്ചു നൽകിക്കൊണ്ട് തന്നെ ഇരുന്നു. ഈ മന്നയുടെ ടേസ്റ്റ് എന്താണെന്ന് വേദപുസ്തകം പറയുന്നുണ്ട്. എന്താ മന്നയുടെ ടേസ്റ്റ്? സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം ഈ മന്നയുടെ ടേസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെയാണ് വായിക്കുന്നത്:
അതിൻ്റെ രുചി എണ്ണ ചേർത്തുണ്ടാക്കിയ ദോശ പോലെ ആയിരുന്നു. മന്നയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാ? അത് എണ്ണ ചേർത്തുണ്ടാക്കിയതായ ദോശ പോലെയാണ്. എല്ലാ ദിവസവും ഈ എണ്ണ ചേർത്തുണ്ടാക്കിയ ദോശയുടെ ടേസ്റ്റുള്ള ഈ മന്ന തന്നെ തുടരെ തുടരെ ഭക്ഷിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ജനത്തിന് എന്ത് സംഭവിക്കുകയാണ്? അവർക്കൊരു മടുപ്പുണ്ടാവുകയാണ്. നമുക്കറിയാം, നമ്മുടെ വീടുകളിലൊക്കെ എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ഒരേ മെനു തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 1-2 ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മൾ പറയും, ഈ പരിപാടി ഇവിടെ പറ്റത്തില്ല, വേറെ എന്തെങ്കിലും ഇവിടെ ഒന്ന് ഉണ്ടാക്കി കൂടെ, ഇവിടെ ഇതേ ഉള്ളോ കഴിക്കാൻ, വേറെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിക്കൂടെ എന്ന് നമ്മൾ പറഞ്ഞു പോകും. ഈ രീതിയിൽ തന്നെയാണ് ഇസ്രായേൽ ജനത്തിന് സംഭവിക്കുന്നത്. മന്ന അത് സ്വർഗീയ ഭക്ഷണമാണ് എങ്കിൽ തന്നെയും എല്ലാ ദിവസവും ഒരേ ടേസ്റ്റുള്ള മന്ന തന്നെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേൽ ജനവും മടുക്കുകയാണ്. ജനം മോശയോട് പറയുകയാണ്, മോശേ, ഞങ്ങൾ മിസ്രൈമിൽ ആരായിരുന്നു? ഞങ്ങൾ മിസ്രൈമിൽ അടിമകളായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് എന്തൊക്കെ കിട്ടിയിരുന്നു? ഞങ്ങൾ വില കൂടാതെ തന്നെ എന്തൊക്കെ കഴിച്ചിരുന്നു? ഇറച്ചി ഉണ്ടായിരുന്നു, മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുമന്നുള്ളി, ചിത്തുള്ളി എന്നിവ ഞങ്ങൾക്ക് വില കൂടാതെ തന്നെ ഫ്രീ ആയിട്ട് അവിടെ കിട്ടിയിരുന്നു. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ അടിമകളല്ല, ഞങ്ങൾ ആരാണ്? ഞങ്ങൾ സ്വതന്ത്രരാണ്. ഈ അവസരത്തിലും ഈ ഒരേ ടേസ്റ്റുള്ള മന്ന മാത്രമല്ലാതെ വേറെ ഒന്നും ഞങ്ങൾക്ക് കഴിക്കാനായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇറച്ചി തരിക, ഇറച്ചിക്കലങ്ങളെ തരിക എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം, ഇസ്രായേൽ ജനത യഹോവയാം ദൈവത്തോടും മോശയോടും വാദിക്കുകയാണ്. പ്രിയമുള്ളവരെ, വ്യത്യസ്ത ടേസ്റ്റുള്ള ഭക്ഷണത്തിന് വേണ്ടി ഇസ്രായേൽ ജനത വാദിക്കുന്നു. ജനത്തിൻ്റെ അവകാശമാണ് സ്വാഭാവികമായിട്ടും ഡിഫറെൻറ്റ് ടേസ്റ്റുള്ള ഫുഡെന്ന് പറയുന്നത്. പക്ഷെ അത് ലഭിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ജനം മോശയോട് പറയുകയാണ്, മോശേ, ഞങ്ങൾക്ക് ഈ മന്ന മാത്രം പോരാ, ഞങ്ങൾക്ക് കഴിക്കുവാനായിട്ട് ഇറച്ചിക്കലങ്ങളെ കൂടി നീ ഒരുക്കി തരിക എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഈ ചിത്രമാണ് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന ഇസ്രായേൽ മക്കളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എവിടെയൊക്കെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം ജനം ശക്തമായി ശബ്ദമുയർത്തും, മോശെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിരിക്കുക, അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശങ്ങളെ നീ നേടിത്തരിക എന്നുള്ളത്. എന്നാൽ ഒരിടത്ത് പോലും എൻ്റെ കർത്തവ്യം ഇതാണ് എന്ന് പറഞ്ഞ് അതിനുവേണ്ടി നിലനിൽക്കുന്ന ഇസ്രായേൽ ജനത്തെ നമുക്ക് കാണുന്നില്ല. ഈ ജനത്തോടാണ് യഹോവയാം ദൈവം പറയുന്നത്, ഇപ്പോൾ ഇതുവരെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു, എന്നാൽ ഇനി നിങ്ങൾ അങ്ങനെ ആകരുത്. നിങ്ങൾക്ക് എന്ത് വേണമെന്ന് പറയുന്നു? മാറ്റം വേണമെന്ന് പറയുന്നു. ജനം മാറിയതായിട്ടാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. പരിശുദ്ധ വേദഭാഗം യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ 16-ാമത്തെ വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. അവർ യോശുവയോട്, നീ ഞങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെയും ഞങ്ങൾ ചെയ്യും, ഞങ്ങളെ അയക്കുന്നിടത്തൊക്കെയും ഞങ്ങൾ പോകും. ഞങ്ങൾ മോശയെ സകലത്തിലും അനുസരിച്ചതുപോലെ നിന്നെയും സകലത്തിലും അനുസരിക്കും. നീ ഞങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെയും ഞങ്ങൾ ചെയ്യും, നീ പറയുന്നിടത്തൊക്കെയും ഞങ്ങൾ പോകും. ഞങ്ങൾ മോശയെ സകലത്തിലും അനുസരിച്ചതുപോലെ നിന്നെയും സകലത്തിലും അനുസരിക്കും. ഒരു ചെറിയ പഠനം നമുക്ക് ഈ വേദഭാഗത്തിൻ്റെ പിന്നിൽ ആവശ്യം. നമുക്കറിയാം, ദൈവം ഇസ്രായേൽ ജനത്തിന് അവകാശമായിട്ട് ഏത് ദേശം കൊടുത്തു? കനാൻ ദേശം കൊടുത്തു. ഈ കനാൻ ദേശം എന്ന് പറയുന്നത് 2 പാർട്ടായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട് യോർദാൻ ഇക്കരെ സ്ഥിതി ചെയ്യുന്നു, നടുക്കൂടെ യോർദാൻ നദി ഒഴുകുന്നു. സെക്കൻഡ് പാർട്ട് യോർദാൻ അക്കരെ സ്ഥിതി ചെയ്യുന്നു. യോർദാൻ ഇക്കരെയുള്ള ഫസ്റ്റ് പാർട്ട് ഇസ്രായേൽ മക്കൾ പിടിച്ചടക്കി. അത് കഴിഞ്ഞിട്ട് യോർദാൻ കടന്ന് അക്കരെ പോകുവാനായിട്ട് തയ്യാറായിരിക്കുന്ന സമയത്താണ് യോശുവ ഈ 2.5 ഗോത്രത്തിൽ, ഈ ഇക്കരെയുള്ള അവകാശ ഭൂമി ലഭിച്ചതായ 2.5 ഗോത്രത്തിൽപ്പെട്ട ആളുകളെ അരികൾ വിളിക്കുക. ആർക്കൊക്കെ ഈ അവകാശ ഭൂമി ലഭിച്ചതെന്നുള്ളത് നമുക്ക് അറിവുള്ള കാര്യം. ആർക്കൊക്കെയാണ് കിട്ടുന്നത്? 1-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. രൂബേന്യർ, ഗാദ്യർ, മനശ്ശയുടെ പാതിഗോത്രം. രൂബേന്യർക്കും ഗാദ്യർക്കും മനശ്ശയുടെ പാതിഗോത്രത്തിന് 2.5 ഗോത്രത്തിന് ഇക്കരെയുള്ള ഭാഗം അവകാശമായിട്ട് നൽകി. ബാക്കി 9.5 ഗോത്രത്തിന് അവകാശം പിടിച്ചടക്കുവാനായിട്ട് യാത്ര തിരിക്കുവാൻ തയ്യാറെടുക്കുകയാണ്. ഈ സമയത്താണ് യോശുവ ഈ 2.5 ഗോത്രത്തിൽപ്പെട്ട ആളുകളെ അരികൾ വിളിച്ചിട്ട് പറയുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശം കിട്ടി, അത് ശരിയാ. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ സ്ത്രീകളും കുഞ്ഞുങ്ങളും മൃഗങ്ങളും ഒക്കെ ഇക്കരെ നിങ്ങളുടെ അവകാശത്തിൽ തന്നെ കഴിയട്ടെ. എന്നാൽ യുദ്ധം ചെയ്യുവാൻ പ്രാപ്തരായിരിക്കുന്ന പുരുഷന്മാർ എന്ത് ചെയ്യണം? അക്കരെ വരണം. നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ യുദ്ധം ചെയ്യണം. രൂബേന്യർക്കും ഗാദ്യർക്കും മനശ്ശയുടെ പാതിഗോത്രത്തിന് അവകാശമൊക്കെ കിട്ടി. അത് കിട്ടിക്കഴിഞ്ഞിട്ടും
യോശുവ വീണ്ടും അവരെ ഓർമ്മപ്പെടുത്തുകയാണ്, അവകാശം കിട്ടിയതുകൊണ്ട് മാത്രം നിങ്ങളെ കാര്യം തീരുന്നില്ല, നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ കർത്തവ്യമാണ്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജനം യോശുവയ്ക്ക് കൊടുക്കുന്നതായ മറുപടിയാണ് നമ്മൾ വായിച്ചു കേട്ടത്. എന്താ പറയുന്നത്? നീ ഞങ്ങളോട് പറയുന്നതൊക്കെയും ഞങ്ങൾ ചെയ്യും, നീ പറയുന്നിടത്തൊക്കെയും ഞങ്ങൾ പോകും, ഞങ്ങൾ മോശയെ സകലത്തിലും അനുസരിച്ചതുപോലെ നിന്നെയും സകലത്തിലും അനുസരിക്കും. പ്രിയമുള്ളവരെ, മരുഭൂമിയുടെ 40 കൊല്ലം അവകാശത്തിന് വേണ്ടി മാത്രം നിലനിന്നിരുന്ന ജനമായിരുന്നു ഇസ്രായേൽ മക്കളെങ്കിൽ കനാനിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ അവകാശം കിട്ടി എങ്കിലും അവകാശത്തേക്കാൾ ഉപരി കർത്തവ്യത്തിന് പ്രാധാന്യം നൽകുന്നവരായിട്ട് ജനം മാറുകയാണ്. ഇത് തന്നെയാണ് നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വളരെ സുപരിചിതമാണ്. ദേവാലയ നികുതി വാങ്ങുന്ന ആളുകൾ കർത്താവിൻ്റെ പ്രിയ ശിഷ്യനായിരിക്കുന്ന പത്രോസിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നിട്ട് ചോദിക്കുന്നുണ്ട്, പത്രോസേ, നിങ്ങളുടെ ഗുരു ദേവാലയ നികുതി കൊടുക്കുന്നില്ലേ? ഇത് കേട്ട് കഴിഞ്ഞ പത്രോസ് ചാടിക്കയറി തന്നെ പറഞ്ഞു, തീർച്ചയായിട്ടും ഞങ്ങളുടെ ഗുരു ദേവാലയ നികുതി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഭവനത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ കർത്താവ് തമ്പുരാൻ പത്രോസിനെ അരികിൽ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, പത്രോസേ, നിനക്ക് എന്ത് തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ നികുതി വാങ്ങുന്നത് ആരിൽ നിന്നാ? മക്കളിൽ നിന്നാണോ അതോ അന്യന്മാരിൽ നിന്നാണോ? പത്രോസ് വ്യക്തമായിരിക്കുന്ന ഉത്തരം ഈ വേദഭാഗത്ത് പറയുന്നുണ്ട്. ഒരു രാജാവും സ്വന്തം മക്കളിൽ നിന്ന് നികുതി വാങ്ങാറില്ല, എപ്പോഴും അന്യന്മാരിൽ നിന്ന് തന്നെ നികുതി വാങ്ങത്തുള്ളൂ. അപ്പോൾ കർത്താവ് പത്രോസിനോട് ചോദിക്കുകയാണ്, എങ്കിൽ മക്കൾ നികുതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരല്ലേ? എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിപ്പാനായിട്ട് നീ കടലിലേക്ക് ചെല്ലുക, ചൂണ്ടയിടുക, ലഭിക്കുന്ന മത്സ്യത്തിൻ്റെ വായിൽ നിന്ന് ചതുർദ്രഹ്മ പണം എടുത്ത് എനിക്കും നിനക്കും വേണ്ടി നികുതി കൊടുക്കുക എന്നുള്ളത്. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഒരു രാജാവും സ്വന്തം മക്കളിൽ നിന്ന് എന്ത് വാങ്ങത്തില്ല? നികുതി വാങ്ങത്തില്ല. എപ്പോഴും അന്യന്മാരിൽ നിന്ന് മാത്രമേ നികുതി വാങ്ങത്തുള്ളൂ. കർത്താവെന്ന് പറയുന്നവൻ ആരാണ്? അവൻ സ്വർഗീയ രാജാവിൻ്റെ പുത്രനാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ ജന്മാവകാശമാണ് എന്തെന്ന് പറയുന്നത്? ദേവാലയ നികുതി കൊടുക്കുക. ഒരു മോനും നികുതി കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ദേവാലയ നികുതി കൊടുക്കണ്ട എന്നുള്ളത് കർത്താവിൻ്റെ ജന്മാവകാശം. ഈ അവകാശം ഇങ്ങനെ നിൽക്കുക. അതേ രീതിയിൽ തന്നെ ദൈവപുത്രന്റെ കർത്തവ്യമാണ് എന്തെന്ന് പറയുന്നത്? ഭൂമിയിലെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഇടർച്ച ഒഴിവാക്കുക എന്നുള്ളത് ദൈവപുത്രന്റെ കർത്തവ്യമാണ്. കർത്താവിൻ്റെ അവകാശവും നിൽക്കുന്നു, കർത്തവ്യവും ഒരുപോലെ മുന്നിൽ നിൽക്കുക. കർത്താവ് തമ്പുരാൻ എന്തിനാ പ്രാധാന്യം കൊടുക്കുന്നത്? അവൻ പറയുകയാണ്, എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിപ്പാനായിട്ട് നീ കടലിലേക്ക് ചെല്ലുക, ചൂണ്ടയിടുക, ലഭിക്കുന്ന മത്സ്യത്തിൻ്റെ വായിൽ നിന്ന് ചതുർദ്രഹ്മ പണം എടുത്ത് എനിക്കും നിനക്കും വേണ്ടി നികുതി കൊടുക്കുക എന്നുള്ളത്. അവകാശവും കർത്തവ്യവും ഒരുപോലെ വന്നു നിന്ന് കഴിഞ്ഞപ്പോൾ തമ്പുരാൻ അവകാശത്തേക്കാൾ ഉപരി എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു? കർത്തവ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവിതവും ഇത് തന്നെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ അമ്മയുടെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനെ ഗർഭം ധരിക്കും. തീർച്ചയായിട്ടും ഗർഭവതിയായിരിക്കുന്ന സ്ത്രീയുടെ താൻ ഗർഭവതിയായിരിക്കുന്ന കാലഘട്ടത്തിലെ അവകാശമാണ് എന്തെന്ന് പറയുന്നത്? ആ കാലഘട്ടത്തിലെ വിശ്രമം എന്നുള്ളത്. എന്നാൽ തൊട്ടടുത്ത വാക്യത്തിൽ വീണ്ടും മാലാഖ പറയുകയാണ്, നിന്റെ ചാർച്ചക്കാരിയായിരിക്കുന്ന എലിസബത്ത് വാർദ്ധക്യത്തിൽ 6 മാസം ഗർഭിണിയായിരിക്കുന്നു. അവളെ ശുശ്രൂഷിക്കുക എന്നുള്ളത് നിന്റെ ഉത്തരവാദിത്വം. ഒന്ന് നോക്കിക്കേ, തൻ്റെ വിശ്രമം എന്ന് പറയുന്ന അവകാശം ഒരു ഭാഗത്ത് നിൽക്കുന്നു, തൻ്റെ ചാർച്ചക്കാരിയെ വാർദ്ധക്യത്തിൽ ഗർഭിണിയായിരിക്കുന്ന എലിസബത്തിനെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്ന തൻ്റെ കർത്തവ്യം ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഒരു ത്രാസിൽ എന്ന വണ്ണം പരിശുദ്ധ അമ്മ ഇതൊന്ന് തൂക്കി നോക്കുകയാണ്. ഏത് തട്ടിനാ അമ്മ ഭാരം കണ്ടത്? തൻ്റെ കർത്തവ്യമാകുന്ന ചാർച്ചക്കാരിയെ ശുശ്രൂഷിക്കുവാനായിട്ടുള്ള അവസരത്തിൻ്റെ തട്ടിന് അമ്മ ഭാരം കാണുകയാണ്. അവകാശം മാറ്റി നിർത്തുന്നു. ശുശ്രൂഷയ്ക്കും കർത്തവ്യത്തിനും ആര് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു? പരിശുദ്ധ കന്യക മറിയാം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം, ഭാരതത്തിൻ്റെ ഭരണഘടന അനുവദിച്ച് നൽകിയിരിക്കുന്ന മൗലിക അവകാശങ്ങളും കർത്തവ്യങ്ങളും നമുക്കുണ്ട്. നമ്മുടെ കുടുംബജീവിതത്തിൽ നമുക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും മക്കൾക്കും ഒക്കെ അവകാശങ്ങളും കർത്തവ്യങ്ങളും ഉണ്ട്. നമ്മൾ ജോലി ചെയ്യുന്നതായ ഇടങ്ങളിലൊക്കെ നമുക്ക് അവകാശങ്ങളും കർത്തവ്യങ്ങളും ഒക്കെ ഉണ്ട്. എപ്പോഴും നമ്മുടെ അവകാശത്തെക്കുറിച്ച് ബോധ്യമുള്ളവരാ. എന്നാൽ പലപ്പോഴും മറന്നു പോകുന്നത് എന്താണ്? നമ്മൾ നമ്മുടെ കർത്തവ്യങ്ങളെ മറന്നു പോവുകയാണ്. ഒരു പഠിക്കുന്ന കുഞ്ഞിനാണെങ്കിൽ നമുക്കറിയാം, അതിന് പഠിക്കുവാനായിട്ട് നല്ലൊരു സ്കൂള് അതിൻ്റെ അവകാശമാണ്. അതിന് വേണ്ടതായ പുസ്തകങ്ങൾ,
അതുപോലെ ട്യൂഷൻ ആവശ്യമാണെങ്കിൽ ട്യൂഷൻ, വേണ്ടതായ യൂണിഫോമുകൾ, നോട്ട് ബുക്കുകൾ, ഇതൊക്കെ ഒരു കുഞ്ഞിൻ്റെ അവകാശമാണ്. അവിടെയും തീരുന്നില്ല. ലേബർ ഇന്ത്യ, സ്കൂൾ മാസ്റ്റർ തുടങ്ങി നാട്ടിൽ കാണുന്ന മുഴുവൻ ഗൈഡുകളും മാഗസിനുകളും ഒക്കെ ഓരോ കുഞ്ഞിൻ്റെയും അവകാശമാണ്, സമ്മതിച്ചു. വീട്ടിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പഠിക്കാനായിട്ടൊരു മുറി, ആ മുറിയിൽ മറ്റാർക്കും പ്രവേശനമില്ല. അവിടെ സ്വന്തമായിട്ടൊരു ടേബിളും ഇരിപ്പിടവും പഠിക്കുവാനുള്ള എല്ലാ അന്തരീക്ഷവും ഒരു കുഞ്ഞിൻ്റെ അവകാശമാണ്. ഇതിലേതെങ്കിലുമൊക്കെ നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞ് തൻ്റെ മാതാപിതാക്കളോട് പറയും, അപ്പ അമ്മ എനിക്കെൻ്റെ അവകാശങ്ങൾ, എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നെങ്കിൽ മാത്രമേ ഞാൻ എന്ത് ചെയ്യത്തുള്ളൂ, ഞാൻ നല്ലതായിട്ട് പഠിക്കത്തുള്ളൂ. ഞാൻ പഠിക്കണമെങ്കിൽ എനിക്കിതൊക്കെ ചെയ്തു തരണം. പക്ഷേ ഇതേ കുഞ്ഞിൻ്റെ തന്നെ കർത്തവ്യമാണ് എന്തെന്ന് പറയുന്നത്, അപ്പനും അമ്മയും ഏൽപ്പിക്കുന്ന വിശ്വാസത്തിനനുസരിച്ച വണ്ണം നല്ല സ്വഭാവമുള്ള, നല്ല രീതിയിൽ പഠിച്ച് വളർന്നു വരുന്ന മക്കളായി തീരുക എന്നുള്ളത് ഈ കുഞ്ഞുങ്ങളുടെ തന്നെ കർത്തവ്യമാണ്. അവരാഗ്രഹിക്കുന്ന രീതിയിൽ, അവരധ്വാനിക്കുന്ന രീതിയിൽ നല്ല വിജയങ്ങൾ നേടിയെടുക്കുക എന്നുള്ളത് ഇതേ മക്കളുടെ തന്നെ കർത്തവ്യമാണ്. എപ്പോഴും അവകാശത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ട്, എന്നാൽ പലപ്പോഴും കർത്തവ്യങ്ങൾ മറന്നു പോവുകയാണ്. മാതാപിതാക്കളുടെ സ്വത്തിലുള്ള അവകാശം എന്ന് പറയുന്നത് എല്ലാ മക്കൾക്കും തുല്യമാണ്. അതിന് ആൺപെൺ വ്യത്യാസമില്ല എന്നുള്ളതാണ് ഇന്നത്തെ പുതിയ കോടതി വിധികളിലൂടെ ഒക്കെ നാം അറിയുന്നത്. എല്ലാ മക്കൾക്കും തുല്യമായ അവകാശമാണ്. ഇതിൽ ആരുടെയെങ്കിലുമൊക്കെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ മക്കൾ ശബ്ദമുയർത്തും, ഈ പരിപാടി ഇവിടെ പറ്റത്തില്ല, എല്ലാവർക്കും ഈക്വലായിട്ട് ഇവിടെ പറ്റത്തുള്ളൂ എന്നുള്ളൂ. എന്നാൽ ഇതേ മക്കളുടെ തന്നെ ഒരു കർത്തവ്യമുണ്ട്. എന്താണത്? വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക എന്നുള്ളത്, അവരോടൊന്ന് സംസാരിക്കുക, ഒന്ന് നോക്കി പുഞ്ചിരിക്കുക എന്നുള്ളത് ഓരോ മക്കളുടെയും കർത്തവ്യമാണ്. എപ്പോഴും നമ്മൾ നമ്മുടെ അവകാശത്തെക്കുറിച്ച് ബോധ്യമുള്ളവരാ, എന്നാൽ പലപ്പോഴും നമ്മൾ നമ്മുടെ കർത്തവ്യങ്ങളെ മറന്നു പോവുകയാണ്. പ്രിയമുള്ളവരെ, ഇസ്രായേൽ ജനത നമുക്ക് കാണിച്ചു തരുന്നു, നമ്മുടെ തമ്പുരാൻ നമ്മെ പഠിപ്പിക്കുന്നു, പരിശുദ്ധ ദൈവമാതാവ് നമുക്ക് മാതൃകയായിട്ട് നിൽക്കുന്നു. ഈ പരിശുദ്ധ നോമ്പ് നമ്മളോട് ആവശ്യപ്പെടുന്നു. ഈ നോമ്പിൽ ഇതുവരെ നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു, എന്നാൽ ഇനി നാം അങ്ങനെ ആകരുത്. നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരേണ്ട ഒന്നാമത്തെ മാറ്റം എന്നുള്ളത്, ഇതുവരെ നമ്മൾ അവകാശത്തിന് വേണ്ടി നിലനിന്നിരുന്നവരായിരുന്നുവെങ്കിൽ ഇനി അത് മാറണം. ഇനി എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം? കർത്തവ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. കർത്തവ്യങ്ങൾ ചെയ്യുന്നവന് മാത്രമേ അവകാശങ്ങൾ അനുഭവിക്കുവാനുള്ള അർഹതയുള്ളൂ. രണ്ടാമതായിട്ട്, ദൈവവചനത്തിനനുസരിച്ച വണ്ണം ഇസ്രായേൽ ജനത തങ്ങളുടെ ജീവിതത്തിൽ വരുത്തിയ രണ്ടാമത്തെ മാറ്റം, അവിശ്വാസത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവം കരുതിക്കൊള്ളുമെന്ന് പറയുന്ന വിശ്വാസത്തിൻ്റെ മക്കളായിട്ട് അവർ മാറി. എന്താണ്? അവിശ്വാസത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവം കരുതിക്കൊള്ളുമെന്ന് പറയുന്ന വിശ്വാസത്തിൻ്റെ മനോഭാവമുള്ള മക്കളായിട്ട് അവർ മാറി. വീണ്ടും 2 വേദഭാഗങ്ങൾ ശ്രദ്ധയിലേക്ക് തരികയാണ്. യോശുവയുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം, യോശുവയുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം 24-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: യഹോവ ദേശമൊക്കെയും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു നിശ്ചയം, ദേശത്തിലെ നിവാസികളെല്ലാം നമ്മളുടെ നിമിത്തം ഉരുകിപ്പോകുന്നു എന്നവർ യോശുവയോട് പറഞ്ഞു. നമുക്കറിയാം, യോശുവ എറിഹോ ദേശം ഒറ്റുനോക്കുവാനായിട്ട് 2 പേരെ എറിഹോ ദേശത്തേക്ക് അയക്കുന്നുണ്ട്. ഈ 2 പേരെ എറിഹോ ദേശം ഒറ്റുനോക്കിയിട്ട് തിരിച്ചു വന്ന് യോശുവയ്ക്ക് സമർപ്പിക്കുന്നതായ ഒരു റിപ്പോർട്ടാണ് നമ്മൾ വായിച്ചു കേട്ടത്. എന്താ പറയുന്നത്? യഹോവ ദേശമൊക്കെയും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു നിശ്ചയം, ദേശത്തിലെ നിവാസികൾ നമ്മൾ നിമിത്തം ഉരുകിപ്പോന്നു. ചുരുക്കി പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ: ദൈവം നമ്മളോട് കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് മുന്നിൽ ഉയർന്നു നിൽക്കുന്ന ഈ കോട്ടയെ തകർത്തെറിഞ്ഞുകൊണ്ട് ഈ ദേശം പിടിച്ചടക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. രണ്ടാമത്തെ വേദഭാഗം യോശുവയുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: അവൻ സർവ്വജനത്തെയും പരിച്ഛേദന ചെയ്ത് തീർന്നതിന് ശേഷം അവർക്ക് സൗഖ്യമാകുന്നിടം വരെ പാളയത്തിൽ താന്താങ്ങളുടെ സ്ഥലത്ത് പാർത്തു. നമുക്കറിയാം, മിസ്രൈമിൽ നിന്ന് യാത്ര പുറപ്പെട്ട ഇസ്രായേൽ മക്കൾ മുഴുവൻ എന്തേറ്റവരായിരുന്നു? പരിച്ഛേദന ഏറ്റവരായിരുന്നു. പക്ഷെ കനാനിലേക്ക് പ്രവേശിക്കുന്ന ഇസ്രായേൽ മക്കളിൽ 2 പേരെ പരിച്ഛേദന ഏറ്റിട്ടുള്ളൂ. ആരൊക്കെയാ? യോശുവയും കാലേബും. വേറെ ആരും പരിച്ഛേദന ഏറ്റിട്ടില്ല. അതുകൊണ്ട് തന്നെ എറിഹോ ദേശത്തിന് നേരം യുദ്ധത്തിന് പാളയമിറങ്ങിയിരിക്കുന്നതായ അവസരത്തിൽ യഹോവ യോശുവയോട് പറയുകയാണ്: യോശുവേ, നീ സർവ്വജനത്തെയും പരിച്ഛേദന കഴിക്കുക എന്ന്. ദൈവകൽപ്പന അനുസരിച്ച വണ്ണം ശത്രുവായിരിക്കുന്ന എറിഹോവിന് നേരെ പാളയമിറങ്ങിയിരിക്കുന്ന അവസരത്തിൽ തന്നെ യോശുവ സർവ്വജനത്തെയും പരിച്ഛേദന കഴിച്ചു. അതിനുശേഷം ജനം വിശ്രമിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ വായിച്ചു കേട്ടത്. എന്താ പറയുന്നത്?
അവൻ സർവ്വജനത്തെയും പരിച്ഛേദന ചെയ്ത് തീർന്നതിന് ശേഷം അവർക്ക് സൗഖ്യമാകുന്നിടം വരെ അവർ പാളയത്തിൽ താന്താങ്ങളുടെ സ്ഥലത്ത് വിശ്രമിച്ചു. ഇസ്രായേൽ മക്കൾ എവിടെയാ വിശ്രമിക്കുന്നത്? അവർ പാളയത്തിൽ താന്താങ്ങളുടെ സ്ഥലത്ത് വിശ്രമിച്ചു. എവിടെയാണ്? പാളയത്തിലാണ് വിശ്രമിക്കുന്നത്. ശത്രുവായിരിക്കുന്ന എറിഹോവിന് നേരെ യുദ്ധത്തിന് പാളയമിറങ്ങിയിരിക്കുന്ന അവസരത്തിൽ ശത്രുവിന്റെ വാളിന് മുന്നിൽ സ്വസ്ഥതയോടുകൂടെ ഉറങ്ങുവാൻ തക്കവണ്ണം, വിശ്രമിക്കുവാൻ തക്കവണ്ണം ആർക്ക് കഴിയുന്നു? ഇസ്രായേൽ മക്കൾക്ക് സാധിക്കുന്നു. ഒറ്റ വിശ്വാസമുള്ളത് കൊണ്ട്, ദൈവം കരുതിക്കൊള്ളുമെന്ന് പറയുന്ന ശക്തമായിരിക്കുന്ന വിശ്വാസം. ദൈവം കൂടുണ്ടെങ്കിൽ നമുക്ക് ഈ കോട്ട തകർത്തെറിയാനായിട്ട് പറ്റും. ദൈവം കൂടുള്ളത് കൊണ്ട് ശത്രുവിന്റെ വാളിന് മുന്നിൽ പോലും സ്വസ്ഥമായിട്ട് ഉറങ്ങുവാൻ തക്കവണ്ണം ആർക്ക് പറ്റുന്നുണ്ട്? ഇസ്രായേൽ മക്കൾക്ക് പറ്റുന്നുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ഈ ഒരു ചിത്രമായിരുന്നില്ല മരുഭൂ പ്രയാണത്തിലുള്ള ഇസ്രായേൽ ജനതയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കനാനിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ ശക്തമായ വിശ്വാസത്തിന്റെ മക്കളായിട്ടാണ് ഇസ്രായേൽ മക്കളെ നാം കാണുന്നതെങ്കിൽ ഈ ഒരു ചിത്രമല്ല മരുഭൂമിയിലെ 40 കൊല്ലവും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? മിസ്രൈമിൽ നിന്ന് കനാനിലേക്കുള്ള ദൂരമെന്ന് പറയുന്നത് കാൽനടയായിട്ട് പോവുകയാണെങ്കിൽ 11 ദിവസം കൊണ്ട് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷെ ഈ 11 ദിവസത്തിന് പകരം ഇസ്രായേൽ മക്കൾ അവിടം വരെ എത്തുവാനായിട്ട് എടുക്കുന്ന സമയം എത്ര? 40 കൊല്ലമായി എടുക്കുന്നത്. എങ്ങനെ ഈ 40 കൊല്ലം എന്ന് പറയുന്ന ഒരു കണക്ക് വന്നത്? പലപ്പോഴും നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ദൈവം അവരെ ശപിച്ചത് കൊണ്ടാണ് എന്തായാലും ഈ 40 കൊല്ലം എന്നൊക്കെ പറയുന്ന കണക്ക് വന്നത്. എന്തിനാ ദൈവം ഇവരെ ഈ 40 കൊല്ലം ശപിച്ചേ? 11 ദിവസം പോകുന്നതിന് ഒരു 11 മാസം നടത്തിയാൽ പോരായിരുന്നോ? അല്ല, അത് കഴിഞ്ഞിട്ട് 1 കൊല്ലോ 2 കൊല്ലം 5 കൊല്ലം 10 കൊല്ലമോ പോരായിരുന്നു? എങ്ങനെയാ ഈ 40 കൊല്ലം എന്ന് പറയുന്ന കണക്ക് വന്നത്? വേദപുസ്തകം അതിന് വ്യക്തമായിരിക്കുന്ന ഉത്തരം നൽകുന്നുണ്ട്. സംഖ്യാപുസ്തകം അതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യം. സംഖ്യാപുസ്തകം 14-ാം അധ്യായം 34-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ദേശം ഒറ്റുനോക്കിയ 40 ദിവസത്തിൻ്റെ എണ്ണത്തിനൊത്തവണ്ണം ഒരു ദിവസത്തിന് 1 സംവത്സരം വീതം 40 സംവത്സരം നിങ്ങൾ നിങ്ങളുടെ അകൃത്യങ്ങളെ വഹിച്ച് എൻ്റെ അകൽച്ച അറിയും. നമുക്കറിയാം, മോശ ഇസ്രായേൽ ജനത്തിൽ ഒരു ഗോത്രത്തിൽ നിന്ന് ഓരോരുത്തരെ വീതം 12 പേരെ തെരഞ്ഞെടുത്തിട്ട് കനാൻ നാട്ടിലേക്ക് അയക്കുന്നു. അവരോട് പറയുന്നു, നിങ്ങൾ പോയി ദേശം ഒറ്റുനോക്കിയിട്ട് തിരിച്ചൊരു റിപ്പോർട്ട് വന്ന് ഞങ്ങളെ അറിയിക്കുക. ഈ 12 പേരിൽ 2 പേരാണ് ആരൊക്കെ? യോശുവയും കാലേബും. ഈ 12 പേര് പോയി 40 ദിവസം എടുത്തുകൊണ്ട് കനാൻ ദേശം ഒറ്റുനോക്കി. തിരിച്ചു വന്നിട്ട് അവർ മോശയോടൊരു റിപ്പോർട്ട് പറയുന്നുണ്ട്. മോശയോട് പറയുകയാണ്, 10 പേര് ഒരുമിച്ച് ചേർന്നിട്ട് മോശയോട് പറയുന്നു, മോശേ, നമുക്ക് ഒരിക്കലും ഈ ദേശം പിടിച്ചടക്കാനായിട്ട് പറ്റത്തില്ല. അവിടുത്തെ ആളുകളെന്ന് പറയുന്നത് മല്ലന്മാരായിരിക്കുന്ന ആളുകളാണ്. അവർ ചിലപ്പോൾ നമ്മളെ തിന്നുകളയുമെന്ന് പറയുക. വീണ്ടും അവിടെ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നതായ മുന്തിരിക്കൊലകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ മോശയോട് പറയുക, മോശേ, നീ മുന്തിരിക്കൊലയൊന്ന് നോക്കിക്കേ. ഞങ്ങൾ 2 പേര് ചേർന്നാണ് ഒരു മുന്തിരിക്കൊല ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഒരു മുന്തിരിക്കൊലയ്ക്ക് ഇത്രമാത്രം വലുപ്പമാണെങ്കിൽ അവിടെ ഉള്ളവര് എങ്ങനെയാണെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. നമുക്ക് ഒരിക്കലും അതുകൊണ്ട് ഈ ദേശം പിടിച്ചടക്കാനായിട്ട് പറ്റത്തില്ല എന്ന് അവരൊരു തീരുമാനം പറയുക. എന്നാൽ യോശുവയും കാലേബും പറഞ്ഞ്, അങ്ങനല്ല, ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ദേശം പിടിച്ചടക്കാനായിട്ട് പറ്റും. നമ്മൾ സ്വാഭാവികമായിട്ടും തീരുമാനങ്ങൾ എടുക്കുന്നത് എങ്ങനെയാ? ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തോട് ചേർന്ന് നിന്നാണ് നമ്മൾ തീരുമാനമെടുക്കുന്നത്. ഇസ്രായേൽ ജനതയിൽ മോശയും ഇങ്ങനെ തന്നെ തീരുമാനമെടുത്തു. 10 പേരുടെ അഭിപ്രായത്തോട് ചേർന്ന് മോശ ഇസ്രായേൽ ജനത്തിന് വേണ്ടി തീരുമാനമെടുത്തു, നമ്മൾ ഒരിക്കലും ഈ ദേശം പിടിച്ചടക്കാൻ തക്കവണ്ണം പോകുന്നില്ല. ദൈവത്തിന്റെ കോപം ജ്വലിച്ചു. ആ സമയത്ത് ദൈവം അവരുടെ അവിശ്വാസത്തെ ശാസിച്ചുകൊണ്ട് അവരോട് പറയുകയാണ്, അവരെ ശപിച്ചുകൊണ്ട് പറയുകയാ, നിങ്ങൾ ദേശം ഒറ്റുനോക്കാൻ എത്ര ദിവസം എടുത്തത്? 40 ദിവസം എടുത്തു. ഈ 40 ദിവസത്തിന്റെ എണ്ണത്തിനൊത്തവണ്ണം ഒരു ദിവസത്തിന് 1 വർഷം എന്നുള്ള രീതിയിൽ 40 വർഷം നിങ്ങൾ നിങ്ങളുടെ അകൃത്യത്തെ വഹിച്ചുകൊണ്ട് മരുഭൂമിയിലൂടെ ഉടറി സഞ്ചരിക്കും. ഇങ്ങനെയാ ഈ 40 കൊല്ലം എന്ന് പറയുന്ന കണക്ക് വന്നത്. പ്രിയമുള്ളവരെ, അവിശ്വാസത്തിന്റെ മക്കളായിരുന്നു മരുഭൂ പ്രയാണത്തിൽ ഇസ്രായേൽ മക്കൾ. പക്ഷെ കനാനിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ ശക്തമായ വിശ്വാസത്തിന്റെ ജനമായിട്ട് അവർ മാറുകയാണ്. ദൈവം കൂടുണ്ടെങ്കിൽ നമുക്ക് ഈ കോട്ട പിടിച്ചടക്കാൻ തക്കവണ്ണം പറ്റും. ദൈവം കൂടുള്ളത് കൊണ്ട് ശത്രുവിൻ്റെ പാളയത്തിന് മുന്നിൽ, ശത്രുവിൻ്റെ വാളിന് മുന്നിൽ പോലും സ്വസ്ഥമായിട്ട് ഉറങ്ങുവാൻ തക്കവണ്ണം ആർക്ക് സാധിക്കുന്നു? ഇസ്രായേൽ മക്കൾക്ക് സാധിക്കുന്നു. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമ്മുടെ വിശ്വാസം അതെവിടെയാണ് നിൽക്കുന്നത്? നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് പലപ്പോഴും പത്രോസിന്റെ വിശ്വാസം പോലെ വളരെ ശക്തമായിരിക്കുന്ന വിശ്വാസം കൊണ്ടാണ് പത്രോസ് കർത്താവിനോട് പറയുന്നു, കർത്താവേ,
ഞാനും ഈ കടലിന്മേൽ നടക്കുവാൻ തക്കവണ്ണം നീ കൽപ്പിക്കണമേ എന്ന്. കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കി തന്നെ ഉറച്ച വിശ്വാസത്തോടുകൂടെ 2-3 ചുവടുകളൊക്കെ പത്രോസ് വെച്ചു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് ചുറ്റുമുള്ള കാറ്റിലേക്കും കോളിലേക്കും കടലിലേക്കുമോ തിരമാലകളിലേക്കും ഒക്കെ പത്രോസിൻ്റെ ദൃഷ്ടി മാറുന്നത്. പത്രോസ് കടലിലേക്ക് താന്നു പോകുന്നു. ഇതേ രീതിയിലാണ് പലപ്പോഴും നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. ആരംഭത്തിൽ വളരെ ശക്തമായിരിക്കുന്ന വിശ്വാസമാണ്, പക്ഷെ 1-2 ചുവടുകളൊക്കെ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ വിശ്വാസം പലപ്പോഴും പത്രോസിൻ്റെ വിശ്വാസം പോലെ ആയിത്തീരുക. വേദപുസ്തകം എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം, വിശ്വാസ ജീവിതത്തിന് ഒത്തിരി മാതൃകകൾ വേദപുസ്തകത്തിൽ കാണിച്ചു തരുന്നുണ്ട്. ഏറ്റവും വലിയ വിശ്വാസമായിട്ട് വേദപുസ്തകത്തിൽ നമുക്ക് കണക്കാക്കാവുന്നത് അബ്രഹാം പിതാവിൻ്റെ വിശ്വാസത്തെയാണ്. തനിക്കൊരു പരിചയവുമില്ലാത്ത ദൈവം കാണിപ്പാനിരിക്കുന്നതായ ദേശത്തേക്ക് ദൈവവാക്കിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ ആരിറങ്ങി പുറപ്പെടുന്നു? അബ്രഹാം പിതാവ് ഇറങ്ങി പുറപ്പെടുന്നു. തൻ്റെ ബന്ധുമിത്രാദികളെയും തനിക്ക് പരിചയക്കാരെയും തൻ്റെ കൂട്ടുകാരെയും സുഹൃത്തുക്കളെയും തനിക്കുണ്ടായിരുന്നതായ സകലത്തെയും വിട്ടുകൊണ്ട് തൻ്റെ കന്നുകാലികളെയും തൻ്റെ ഭാര്യയെയും കൂട്ടി താൻ ദൈവം കാണിക്കുവാനിരിക്കുന്ന ദേശത്തേക്ക് അബ്രഹാം പിതാവ് ഇറങ്ങി പുറപ്പെടുകയാണ്. ശക്തമായിരിക്കുന്ന വിശ്വാസത്തിൻ്റെ മാതൃക, വലിയ വിശ്വാസത്തിൻ്റെ മാതൃകയാണ് അബ്രഹാം പിതാവ് എന്നുള്ളത്. പുതിയ നിയമത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ കർത്താവ് നമ്മളോടൊരു മിനിമം വിശ്വാസം ആവശ്യപ്പെടുന്നുണ്ട്. എത്രയാണെന്നറിയാവോ? നിങ്ങൾക്ക് കടുകുമണിയോളമെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങിപ്പോകാനായിട്ട് പറഞ്ഞാൽ ഇത് തീർച്ചയായിട്ടും നീങ്ങിപ്പോകും. നമ്മുടെ മുന്നിൽ ഈ 2 സാധ്യതകളുണ്ട്. നമ്മുടെ വിശ്വാസം ഒന്നുകിൽ നമുക്ക് അബ്രഹാമിനോളം വലിയ വിശ്വാസം തിരഞ്ഞെടുക്കാം, ഇല്ലെങ്കിൽ ഈ കടുകുമണിയോളം ചെറിയ വിശ്വാസം വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. തമ്പുരാൻ ഒന്നും പറയത്തില്ല. നമ്മൾ ഏതായിരിക്കും തിരഞ്ഞെടുക്കുന്നത്? എന്തായാലും നമ്മൾ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഈ വലിയ കാര്യങ്ങളൊന്നും തിരഞ്ഞെടുക്കത്തില്ല. പണം, അധികാരം, സ്ഥാനങ്ങൾ ഇതൊക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്തായാലും ഇത് തിരഞ്ഞെടുക്കും, വലിയ കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുക്കും. പക്ഷെ എന്തെങ്കിലുമൊക്കെ അധ്വാനമുള്ളതായ കാര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്യേണ്ടതായ കാര്യങ്ങളിലോട്ടൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചെറിയ കാര്യങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഈ വിശ്വാസം എന്ന് പറയുന്നതും അതിന് പിന്നിലും ഒരു മനസ്സിൻ്റെ അധ്വാനം, ഒരു ഉറപ്പ് നമുക്ക് വേണം. അതുകൊണ്ട് എന്തായാലും നമ്മൾ എന്തേ തിരഞ്ഞെടുക്കത്തുള്ളൂ? ഈ കടുകുമണിയോളം ചെറിയ വിശ്വാസമേ തിരഞ്ഞെടുക്കത്തുള്ളൂ. ഈ കടുകുമണിയോളം ചെറിയ വിശ്വാസം തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്തെന്നറിയാവോ? ഈ കടുകുമണിക്ക് ഒരു പ്രത്യേകതയുണ്ട്. കടുകുമണി അത് വിത്തുകളിൽ ചെറുതാണ് എങ്കിൽ തന്നെയും അത് എയർ ടൈറ്റാണ്. അതിനുള്ളിൽ ഒരല്പം പോലും വായു കുമിളകൾ ഇല്ല. അതായത് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നതായ വിശ്വാസം, നിന്റെ വിശ്വാസം അത് കടുകുമണിയോളം ചെറുതാണെങ്കിൽ ഒരു പ്രശ്നമില്ല. ഒറ്റ കണ്ടീഷൻ, ഉള്ള വിശ്വാസം എന്തായിരിക്കണം? ഉറച്ച വിശ്വാസമായിരിക്കണമെന്നാണ് തമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഉള്ള വിശ്വാസം ഉറച്ച വിശ്വാസമായിട്ട് തീരണം. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസം അത് എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കിക്കേ. പരിശുദ്ധനായ പരുമല കൊച്ചു തിരുമേനിയുടെ ജീവചരിത്രത്തിൽ ഒരു സംഭവം ഇങ്ങനെ വിവരിക്കുന്നുണ്ട്. ഒരു ദിവസം വൈകിട്ട് സന്ധ്യാനമസ്കാരത്തിന് തിരുമേനി പരുമലയിലെ ചാപ്പലിലേക്ക് കടക്കുന്നതായ സമയത്ത് പരുമലയിൽ ഊട്ടുപുരയുടെ ചാർജ് ഉണ്ടായിരുന്ന ആളുകൾ തിരുമേനിയുടെ അടുക്കിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, തിരുമേനി നാളെ രാവിലത്തെ ഭക്ഷണത്തിന് തക്കവണ്ണം ഒന്നും സെമിനാരിയിലില്ല. തിരുമേനി അവരുടെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് ഒറ്റ വാക്ക് മാത്രം പറഞ്ഞു, ദൈവം കരുതിക്കൊള്ളും. വേറെ ഒന്നും മിണ്ടാതെ തിരുമേനി ചാപ്പലിലേക്ക് കയറിപ്പോവുകയാണ്. തിരുമേനിയുടെ ജീവചരിത്രം സാക്ഷീകരിക്കുന്ന ഇങ്ങനെയാ. അന്ന് സന്ധ്യാനമസ്കാരത്തിന് ശേഷം തിരുമേനി പരുമലയിലെ ചാപ്പലിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ 2 കാളവണ്ടി നിറച്ച സാധനങ്ങൾ എവിടെ എത്തി? പരുമല ദേശത്ത് എത്തി എന്നാണ്, പരുമലയിലേക്ക് എത്തി എന്നാണ് തിരുമേനിയുടെ ജീവചരിത്രം സാക്ഷിക്കുന്നത്. പ്രിയമുള്ളവരെ, പ്രവർത്തിക്കുവാൻ സന്നദ്ധനായിരിക്കുന്ന ഒരു ദൈവം നമുക്കായിട്ട് കാത്തിരിക്കുക. നമ്മുടെ രോഗങ്ങളിൽ പ്രവർത്തിക്കുവാനായിട്ട് ദൈവം കാത്തിരിക്കുകയാണ്. നമ്മുടെ കുടുംബ തകർച്ചകളിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ കാത്തിരിക്കുകയാണ്. നമ്മുടെ സാമ്പത്തികമായിരിക്കുന്ന തകർച്ചകളിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവം കാത്തിരിക്കുകയാണ്. നമ്മുടെ മാനസികമായിരിക്കുന്ന പ്രശ്നങ്ങളിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവം കാത്തിരിക്കുകയാണ്. ഒറ്റ കാര്യം മാത്രമാണ് തമ്പുരാൻ ചോദിക്കുന്നത്, നിന്റെ വിശ്വാസം അത് എവിടെ നിൽക്കുന്നു? നിങ്ങൾക്ക് കടുകുമണിയോളമെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ, നമ്മുടെ വിശ്വാസം അത് അത്രയുമെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം തമ്പുരാൻ നമ്മുടെ ആഗ്രഹങ്ങളെ നിവർത്തിച്ചു തരുമെന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. മൂന്നാമതായിട്ട് ദൈവവചനത്തിനനുസരിച്ച് വണ്ണം ഇസ്രായേൽ ജനത അവരുടെ ജീവിതത്തിൽ വരുത്തിയ മൂന്നാമത്തെ മാറ്റം, അഭക്തിയെ വിട്ടുകൊണ്ട് ഭയഭക്തിയോടുകൂടെ ദൈവസാന്നിധ്യത്തെ പിൻപറ്റി. എന്താണ്? അഭക്തിയെ വിട്ടുകൊണ്ട് ഭയഭക്തിയോടുകൂടെ ദൈവസാന്നിധ്യത്തെ പിൻപറ്റി. നമുക്കറിയാം,
മരുഭൂ പ്രയാണത്തിലെ 40 കൊല്ലവും കനാനിലേക്ക് കടന്നു കഴിയുമ്പോഴും ഇസ്രായേൽ ജനത പിൻപറ്റുന്നത്, യാത്രയിലൊക്കെ അവർ പിൻപറ്റുന്നത് ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമായിരിക്കുന്ന സാക്ഷ്യപെട്ടകത്തെയാണ്. സാക്ഷ്യപെട്ടകം സമാഗമന കൂടാരം നിവർത്തുന്നതായ സമയത്ത് ഇസ്രായേൽ ജനത അവരുടെ യാത്ര നിർത്തി ഈ കൂടാരത്തിന് ചുറ്റുമാണ് അവർ പാർക്കുന്നത്. ദൈവത്തിൻ്റെ മേഘം ഈ സമാഗമന കൂടാരത്തിൽ നിന്ന്, സാക്ഷ്യപെട്ടകത്തിൽ നിന്ന് ഉയരുന്നതായ സമയത്ത് അവർ വീണ്ടും കൂടാരമൊക്കെ മടക്കി വീണ്ടും യാത്ര പുറപ്പെടും. അതും ഈ സാക്ഷ്യപെട്ടകത്തിൻ്റെ പിന്നാലെയാണ് അവർ യാത്ര ചെയ്യുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, മരുഭൂമിയിൽ 40 കൊല്ലം യാത്ര ചെയ്തത് ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമായിരിക്കുന്ന ഈ സാക്ഷ്യപെട്ടകത്തിൻ്റെ പിന്നാലെ, കനാനിലേക്ക് കടന്നു കഴിയുമ്പോഴും യാത്ര ചെയ്യുന്നത് ഇതേ ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമായിരിക്കുന്ന സാക്ഷ്യപെട്ടകത്തിൻ്റെ പിന്നാലെ തന്നെയാണ്. പക്ഷെ രണ്ടിടത്തും കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് രണ്ടും ടോട്ടലി ഓപ്പോസിറ്റാണ്. ഒരേ ദൈവ സാന്നിധ്യത്തെ തന്നെയാണ് പിൻപറ്റുന്നത്, സാക്ഷ്യപെട്ടകത്തെ തന്നെയാണ് പിൻപറ്റുന്നത്. പക്ഷെ രണ്ടിടത്തും കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ടോട്ടലി ഓപ്പോസിറ്റ്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഒരിടത്തെന്ന് പറയുന്നത് സർവനാശം സംഭവിച്ചു പോവാം. കടന്നു വന്ന ജനത്തിൽ 2 പേരൊഴികെ വേറെ ആരും ജീവിച്ചിരിക്കുന്നില്ല. മറ്റേ ഭാഗത്താണെങ്കിൽ വലിയ അനുഗ്രഹമാണ് കിട്ടുന്നത്. എന്താ ഇതിന് കാരണം? അവിടെയാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. നാം പിൻപറ്റേണ്ടത് ദൈവ സാന്നിധ്യത്തെ തന്നെയാണ്. ഒറ്റ കണ്ടീഷൻ, ഭയഭക്തിയോടുകൂടെ ദൈവ സാന്നിധ്യത്തെ പിൻപറ്റണം. വിശുദ്ധിയോടും ഭയഭക്തിയോടും കൂടെ ദൈവ സാന്നിധ്യത്തെ പിൻപറ്റുവാനായിട്ട് നമുക്ക് സാധിക്കണം. 2 വേദഭാഗങ്ങൾ ശ്രദ്ധയിലേക്ക് തരികയാണ്. ഒന്നാമത്തെ വേദഭാഗം സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. സംഖ്യാപുസ്തകം അതിന് 11-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: അനന്തരം ജനം യഹോവയ്ക്ക് അനിഷ്ടം തോന്നുമാറ് പിറുപിറുത്തു. യഹോവ കേട്ടു, അവൻ്റെ കോപം ജ്വലിച്ചു. യഹോവയുടെ തീ അവരുടെ ഇടയിൽ കത്തി, പാളയത്തിൻ്റെ അറ്റങ്ങളിൽ പാർത്തിരുന്നവരെ ദഹിപ്പിച്ചു കളഞ്ഞു. മരുഭൂ പ്രയാണത്തിൽ അവർ സാക്ഷ്യപെട്ടകത്തെ തന്നെയാണ് പിൻപറ്റിയത്. പക്ഷേ പിറുപിറുപ്പോടുകൂടെയാണ് അവരെന്തിനെ പിൻപറ്റിയത്? സാക്ഷ്യപെട്ടകത്തെ പിൻപറ്റിയത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു എന്നും പാളയത്തിൻ്റെ അറ്റങ്ങളിൽ പാർത്തിരുന്ന ജനസമൂഹത്തെ സംഹരിച്ച് ദഹിപ്പിച്ചു കളഞ്ഞു എന്നുമാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ലേവ്യ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മളവിടെ വായിക്കുന്നുണ്ട്: അഹ്റോന്റെ പുത്രന്മാരായിരിക്കുന്ന നാദാബും അബീഹുവും അന്യായത്തിൻ്റെ ധൂപകലശവും എടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുന്ന സമയത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് അവരെ ദഹിപ്പിച്ചു കളഞ്ഞതായിട്ടാണ് വേദപുസ്തകം പറയുന്നത്. ദൈവ സാന്നിധ്യത്തെ പിൻപറ്റി, പക്ഷെ പിറുപിറുപ്പോടും അന്യായത്തിൻ്റെ ധൂപകലശവുമായിട്ട് അതിനെ പിൻപറ്റിയതിനാൽ ഇസ്രായേൽ മക്കൾക്ക് സർവനാശം സംഭവിച്ചു പോവുകയാണ്. ഈ ജനത്തോടാണ് യഹോവ പറയുന്നത്, ഇനി നിങ്ങൾ ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വേണമെന്ന്? ഒരു മാറ്റം വേണമെന്ന്. ജനം മാറിയതായിട്ടാണ് പ്രിയമുള്ളവരെ തിരുവചനം പഠിപ്പിക്കുന്നത്. യോശുവയുടെ പുസ്തകം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ. യോശുവ ദീർഘദർശിയുടെ പുസ്തകം 3-ാം അധ്യായം 3-4 വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങളുടെ ദൈവമായിരിക്കുന്ന യഹോവയുടെ നിയമപെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേവ്യരായിരിക്കുന്ന പുരോഹിതന്മാരെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ട് പുറപ്പെട്ട് അതിൻ്റെ പിന്നാലെ ചെല്ലണം. എന്നാൽ നിങ്ങൾക്കും അതിനുമിടയിൽ 2000 മുഴം അകലം ഉണ്ടായിരിക്കണം. നമ്മൾ പിൻപറ്റേണ്ടത് എന്തിനെ തന്നെയാണ്? ദൈവ സാന്നിധ്യത്തെ തന്നെയാണ്. ഒറ്റ കണ്ടീഷൻ, ഭയഭക്തിയോടുകൂടെ ദൈവ സാന്നിധ്യത്തെ പിൻപറ്റുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ഭയത്തോടും ഭക്തിയോടും കൂടെ ദൈവ സാന്നിധ്യത്തെ പിൻപറ്റുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ദൈവം എന്ന് പറയുന്നത് എന്താണ്? ദഹിപ്പിക്കുന്ന അഗ്നി. ഈ അഗ്നിക്ക് 2 പ്രത്യേകതകളുണ്ട്. ഒരു മൂല്യമുള്ള വസ്തുവാണ് ഈ അഗ്നിയോട് ചേർന്ന് നിൽക്കുന്നതെങ്കിൽ അത് സ്വർണം പോലെ കൂടുതൽ ശോഭയുള്ളതായി തീരും. മൂല്യമില്ലാത്ത വസ്തുവാണ് ചേർന്ന് നിൽക്കുന്നതെങ്കിൽ അത് കച്ചി പോലെ, പേപ്പർ പോലെ കത്തി ചാമ്പലായും തീരും. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈ 2 സാധ്യതകൾ നമ്മുടെ ജീവിതത്തിലുമുണ്ട്. വിശുദ്ധിയോടും ഭയഭക്തിയോടും കൂടെയാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതെങ്കിൽ ആ ദൈവിക സാന്നിധ്യം സ്വർണം പോലെ നമ്മെ ശോഭയുള്ളവരാക്കി തീർക്കും. വിശുദ്ധിയില്ലാതെ അശുദ്ധിയോടുകൂടെയാണ് നമ്മൾ ദൈവ സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കുന്നതെങ്കിൽ ഇതേ ദൈവിക സാന്നിധ്യം തന്നെ നമ്മുടെ നാശത്തിന്, നമ്മുടെ ദഹനത്തിന് കാരണമായി തീരുമെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കുവാൻ തക്കവണ്ണം നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ഒരു വലിയ കൂദാശയാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. കർത്താവിൻ്റെ ജീവനുള്ള ശരീരവും രക്തവും നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കുവാൻ തക്കവണ്ണം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹം. എന്നാൽ എത്രമാത്രം
ഭയഭക്തിയോടും വിശുദ്ധിയോടും ഒരുക്കത്തോടും കൂടെയാ നമ്മൾ വിശുദ്ധ കുർബാന അനുഭവിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, വിശുദ്ധിയില്ലാതെയാണ് നാം വിശുദ്ധ കുർബാന അനുഭവിക്കുന്നത് എങ്കിൽ, അശുദ്ധിയോടും പിറുപിറുപ്പോടും ഭയഭക്തിയില്ലാതെയും ഒരുക്കമില്ലാതെയുമാണ് നാം വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത് ഒരുപക്ഷെ യൂദായിക്ക് കിട്ടിയതിൻ്റെ കൂട്ടാണ്. 12 അപ്പോസ്തലന്മാരും ഒരുമിച്ചാ വിശുദ്ധ കുർബാന അനുഭവിക്കുന്നത്. എന്നാൽ ഒരുവൻ ഒരുക്കമില്ലാത്തവനായിട്ട് അത് അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളിൽ പിശാച് കടന്നതായിട്ടാണ് വേദപുസ്തകം പറയുന്നത്. കർത്താവിൻ്റെ ജീവനുള്ള വചനങ്ങളെ വായിക്കുവാൻ തക്കവണ്ണം നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ വീടുകളിലോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 4, 5, 6 വേദപുസ്തകമൊക്കെയാണ് നമ്മുടെ വീടുകൾ ഇരിക്കുന്നത്. ദൈവജനമേ, പറഞ്ഞുകൊള്ളട്ടെ, വേദപുസ്തകം എന്ന് പറയുന്നത് ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. വേദപുസ്തകം എന്ന് പറയുന്നത് എന്താണ്? ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. വിശുദ്ധിയില്ലാതെ ഒരുക്കമില്ലാതെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഈ വേദപുസ്തകം നമ്മെ ദഹിപ്പിച്ച് കളയും. പണ്ട് നമുക്കറിയാം നമ്മുടെ പൂർവികർ എങ്ങനെയാണ് വിശുദ്ധ വേദപുസ്തകത്തെ കൈകാര്യം ചെയ്തിരുന്നത് എന്നുള്ളത്. നാട്ടിലാകെ എല്ലാ വീടുകളിലും ഒന്നും വേദപുസ്തകമില്ല, ആകെ ഒറ്റ വേദപുസ്തകമുള്ളൂ ദേശത്ത്. അതിരിക്കുന്നത് എവിടെയാണ്? ദേവാലയത്തിൽ വിശുദ്ധ ഏവൻഗേലിയോൻ മേശയിലാണ് അതിരിക്കുന്നത്. അതിനെ എങ്ങനെയായിരുന്നു നമ്മൾ കണ്ടിരുന്നത് എന്നുള്ളതിൻ്റെ ഇന്നത്തെ ഏറ്റവും പ്രത്യക്ഷ ഉദാഹരണമാണ് പുരോഹിതൻ ഏവൻഗേലിയോൻ വായിക്കുന്നത്. എങ്ങനെയാണ് കാണുന്നത്? അംശവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഭയഭക്തിയോട് ചെന്ന് അതിനെ എടുക്കുന്നു. ഇരു സൈഡിലും മെഴുകുതിരികൾ കത്തിച്ചു പിടിച്ച് മാലാഖമാരുടെ പ്രതീകമായിരിക്കുന്ന മർവോസകൾ കിലുക്കി ആഘോഷപൂർവ്വം അത് കൊണ്ടുവന്നിട്ട് അത് മുത്തിയിട്ട് മാത്രമേ എന്ത് വായിക്കത്തുള്ളൂ? വിശുദ്ധ ഏവൻഗേലിയോൻ വായി. അത്രമാത്രം ഭയഭക്തിയോടുകൂടെ ആയിരുന്നു പണ്ട് നമ്മുടെ പൂർവികർ വിശുദ്ധ വേദപുസ്തകത്തെ കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും കയ്യിലേക്ക് വേദപുസ്തകം എത്തിക്കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്താ? നമ്മൾ ഭക്ഷണം കഴിക്കുന്നതായ ടേബിളിലും നമ്മൾ ഇരിക്കുന്ന കസേരകളിലും അതുപോലെ തന്നെ എല്ലാവർക്കും സ്കൂട്ടറൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഡിക്കിക്കുള്ളിലും ഒക്കെ മാത്രമായിട്ട് നമ്മൾ നമ്മുടെ വേദപുസ്തകത്തെ ഒതുക്കി നിർത്തുകയാണ്. ചിന്തിക്കുക, വേദപുസ്തകം എന്ന് പറയുന്നത് ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അതിനെ വിശുദ്ധിയോടുകൂടെ കൈകാര്യം ചെയ്തില്ല എങ്കിൽ ഈ വേദപുസ്തകം നമ്മെ ദഹിപ്പിച്ചു കളയും. സമയം അതിൻ്റെ പരിമിതികൾ ലംഘിക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്കും പരിധി വയ്ക്കുകയാണ്. ദൈവത്തിൻ്റെ കൽപ്പനയ്ക്കനുസരിച്ച വണ്ണം ഇസ്രായേൽ ജനത തങ്ങളുടെ ജീവിതത്തിൽ വരുത്തിയ 3 മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഒന്നാമത്തെ മാറ്റം, അവകാശങ്ങളെക്കാൾ ഉപരി കർത്തവ്യത്തിന് പ്രാധാന്യം നൽകണം. രണ്ടാമത്തെ മാറ്റം, അവിശ്വാസത്തെ വിറ്റ് ദൈവം കരുതിക്കൊള്ളുമെന്ന് പറയുന്ന വിശ്വാസത്തിൻ്റെ മക്കളായിട്ട് തീരണം. മൂന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത്, അഭക്തിയെ വിട്ട് ഭയഭക്തിയോടുകൂടെ ദൈവ സാന്നിധ്യത്തെ പിൻപറ്റണം. നാലാമതായിട്ട്, ദൈവകൽപ്പനയ്ക്ക് അനുസരിച്ച വണ്ണം ഇസ്രായേൽ ജനത തങ്ങളുടെ ജീവിതത്തിൽ വരുത്തിയ 4ാമത്തെ മാറ്റം, കൂട്ടിവെക്കലിൻ്റെ മനോഭാവത്തിൽ നിന്ന് പങ്കുവെക്കലിൻ്റെ മനോഭാവത്തിലേക്ക് ജനം മാറി. എന്താണ്? കൂട്ടിവെക്കലിൻ്റെ മനോഭാവത്തിൽ നിന്ന് പങ്കുവെക്കലിൻ്റെ മനോഭാവത്തിലേക്ക് ജനം മാറി. പുറപ്പാട് പുസ്തകം അതിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നാം സ്വർഗീയ ഭക്ഷണമായിരിക്കുന്ന മന്ന നൽകിയിട്ട് ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന 2 കൽപ്പനകളെ കുറിച്ച് അവിടെ വായിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് അവിടെ നാം വായിക്കുന്നത്. 16-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഓരോരുത്തവനും ഭക്ഷിക്കാവുന്ന വണ്ണം പെറുക്കിക്കൊള്ളുക, താതാന്റെ കൂടാരത്തിനൊത്തവരുടെ എണ്ണത്തിനൊത്തവണ്ണം ആളൊന്നിന് ഇടങ്ങഴി വീതം എടുത്തുകൊള്ളണം എന്ന് യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ഇസ്രായേൽ മക്കൾ അങ്ങനെ ചെയ്തു. ചിലർ ഏറെയും ചിലർ കുറേയും പെറുക്കി. എന്നാൽ ഇടങ്ങഴി കൊണ്ട് അളന്നു കഴിഞ്ഞപ്പോൾ ഏറെ പെറുക്കിയവന് ഏറെയും കുറെ പെറുക്കിയവന് കുറവും കണ്ടില്ല. ഓരോരുത്തവനും താതാന് ഭക്ഷിക്കാവുന്നിടത്തോളം പെറുക്കിയിരുന്നു. എന്താ പറ്റുന്നേ? ദൈവം മന്ന കൊടുത്തിട്ട് ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത 2 കൽപ്പനകളിൽ ആദ്യത്തെ കൽപ്പന ഇങ്ങനെയായിരുന്നു: നിങ്ങൾ ഓരോരുത്തവനും ഭക്ഷിക്കാവുന്നവണ്ണം പെറുക്കിക്കൊള്ളണം. ഏതളവില്ല പെറുക്കേണ്ടത്? ഒരാൾക്ക് 1 ഇടങ്ങഴി വീതം അളവ് വെച്ച് നിങ്ങൾ പെറുക്കണം. പക്ഷേ ഇസ്രായേൽ മക്കൾ എന്താ ചെയ്തത്? ദൈവം കൽപ്പനയൊക്കെ തന്നു, അതൊക്കെ ശരിയാ. പക്ഷേ ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തു? എന്നാൽ ചിലർ ഏറെയും ചിലർ കുറവും പെറുക്കി. ദൈവത്തെ കബളിപ്പിക്കാനായിട്ട് ജനം നോക്കുകയാണ്. പക്ഷെ ദൈവം ആ ജനത്തെ തിരിച്ച് കബളിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്താ പറ്റുന്നത്? എന്നാൽ ഇടങ്ങഴി കൊണ്ട് അളന്നു കഴിഞ്ഞപ്പോൾ ഏറെ പെറുക്കിയവൻ ഏറെയും കുറച്ച് പെറുക്കിയവന് കുറച്ചും കണ്ടില്ല. എല്ലാവർക്കും തുല്യമായിട്ട് ഓരോ ഇടങ്ങഴി വീതം കണ്ടു. രണ്ടാമതായിട്ട് ദൈവം മന്ന കൊടുത്തിട്ട് ഇസ്രായേൽ മക്കൾക്ക് 2ാമത്തെ കൽപ്പന കൊടുക്കുകയാണ്. എന്ത് ചെയ്യണം? പിറ്റേനാളത്തേക്ക് ആരും ഒട്ടും ശേഷിപ്പിക്കരുത്
ഇന്നത്തേക്ക് വേണ്ടത് മാത്രം നിങ്ങൾ ഇന്ന് വെറുക്കുക, നാളത്തേക്കുള്ളത് ഞാൻ നാളെ നൽകിക്കൊള്ളാമെന്നാണ് ദൈവം പറയുന്നത്. എന്നാൽ ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തു എന്ന് അവിടെ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? എന്നാൽ ചിലർ പിറ്റേ നാളത്തേക്ക് കുറച്ച് കരുതി വെച്ചു. എന്താ പറ്റുന്നത്? അത് ചീഞ്ഞ് നാറിപ്പോയി എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. എനിക്ക് കൂടുതൽ വേണം, എൻ്റെ നാളേക്ക് കൂടുതൽ വേണം, നാളത്തേക്ക് എനിക്ക് കരുതി വെക്കണം എന്നുള്ള ചിന്താഗതിയോടുകൂടെ കൂട്ടിവെക്കലിൻ്റെ മനോഭാവമുള്ള ജനമായിരുന്നു മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത ഇസ്രായേൽ ജനം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ ജനത്തോടാണ് യഹോവ പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നിങ്ങൾ ഇങ്ങനെ ആകരുത്, നിങ്ങൾക്ക് മാറ്റം ആവശ്യമാണ് എന്ന്. ജനം മാറിയതായിട്ടാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ആവർത്തന പുസ്തകം അതിൻ്റെ 26-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. ആവർത്തന പുസ്തകം 26-ാം അധ്യായം 12-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ദശാംശം എടുക്കുന്ന കാലമായിരിക്കുന്ന 3-ാം സംവത്സരത്തിൽ നിങ്ങൾ നിങ്ങളുടെ അനുഭവത്തിൽ നിന്നൊക്കെയും ദശാംശം എടുത്ത് അത് നിങ്ങളുടെ പട്ടണങ്ങൾക്കുള്ളിൽ വെച്ച് തന്നെ ലേവ്യനും പരദേശിക്കും അനാഥർക്കും വിധവർക്കുമായി പങ്കിട്ട് നൽകണം. അതുവരെ എനിക്ക് കൂടുതൽ വേണം, എനിക്ക് വേണമെന്നുള്ളൊരു ചിന്താഗതിയോടുകൂടെ കൂട്ടിവെക്കലിൻ്റെ മനോഭാവമുള്ളവരായിരുന്നു ഇസ്രായേൽ മക്കളെങ്കിൽ കനാനിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ ദൈവം തനിക്ക് നൽകുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു പങ്കുവെക്കുവാനായിട്ട് തയ്യാറുള്ളവരായിട്ട് ആര് മാറുന്നു? ഇസ്രായേൽ ജനത മാറുകയാണ്. ഇന്ന് നമുക്കുള്ളൊരു വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഇതാ, ഈ കൂട്ടിവെക്കലിൻ്റെ മനോഭാവം നമ്മുടെ ഉള്ളിലേക്ക് അങ്ങനെ ഏറി പോവുകയാണ്. കർത്താവ് തമ്പുരാൻ നമ്മെ പഠിപ്പിക്കുന്നത് കൂട്ടിവെക്കലിൻ്റെ മനോഭാവമല്ല, പങ്കുവെക്കലിൻ്റെ മനോഭാവമാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വേദപുസ്തകത്തിൽ ഒറ്റ കാര്യത്തിലോട്ട് മാത്രം നോക്കിയാൽ മതി. എവിടെയൊക്കെ തമ്പുരാൻ അപ്പം എടുത്തിട്ടുണ്ടോ അവിടെയൊന്നും ഒരപ്പം പൂർണ്ണമായിട്ടും കർത്താവ് ആർക്കും കൊടുക്കുന്നില്ല. വേദപുസ്തകം പറയുന്നത് ഇങ്ങനെയാണ്: അവൻ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. ഇന്ന് അപ്പം നുറുക്കി കൊടുക്കാനും ആരുമില്ല, നുറുങ്ങിയ അപ്പം സ്വീകരിക്കാൻ ആരും തയ്യാറല്ല. നമ്മൾ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ ഒരു നുറുങ്ങിയ അപ്പമാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ പറയാം, അമ്മ എനിക്ക് ഈ അപ്പം വേണ്ട, വേറെ നല്ല അപ്പം എനിക്ക് തന്നാൽ മതി. ജീവിതത്തിൽ ആകെ നമ്മൾ നുറുങ്ങിയ അപ്പം സ്വീകരിക്കുന്നതെന്ന് പറയുന്നത് വിശുദ്ധ കുർബാന അനുഭവത്തിൽ മാത്രമാണ്. അത് മാറ്റാൻ നമ്മൾ ഒത്തിരി നോക്കി, പക്ഷെ പിതാക്കന്മാർ അത് അനുവദിക്കാതിരുന്നത് കൊണ്ട് ഇന്നും നമ്മൾ കുർബാന അനുഭവത്തിൽ മാത്രമാണ് എന്ത് സ്വീകരിക്കുന്നത്? നുറുങ്ങിയ അപ്പം സ്വീകരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് അപ്പം നുറുക്കി കൊടുക്കാൻ ആരുമില്ല, നുറുങ്ങിയ അപ്പം സ്വീകരിക്കാൻ ആരും തയ്യാറല്ല. മനുഷ്യൻ്റെ ഈ ഒരു ചിന്താഗതി മൂലം ഏറ്റവും അധികം പഴികേട്ട വസ്തു എന്ന് പറയുന്നത് പണമാണ്. വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, ധനവാൻ സ്വർഗരാജ്യത്തിലേക്ക് കടക്കുന്നതിൽ എളുപ്പം എന്താണ്? ഒട്ടകം സൂചിക്കുഴലിലൂടെ കടക്കുന്നതാണ്. മറ്റൊരു ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നു, ധനവാനായിരിക്കുന്ന മനുഷ്യൻ അവൻ നിത്യനരകത്തിലേക്ക് പോകുന്നു. അവൻ്റെ പടിവാതിൽകൾ കിടന്ന പട്ടിണിക്കാരനായിരിക്കുന്ന ലാസർ എങ്ങോട്ട് പോകുന്നു? അബ്രഹാമിൻ്റെ മടിയിലേക്ക് പോകുന്നു. ഇതുകൂടി കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ഉറപ്പിച്ചു, ധനവാനായിരിക്കുന്നത് ഏറ്റവും വലിയ പാപമാണ്. ധനവാന്മാരാരും എങ്ങോട്ട് കടക്കത്തില്ല എന്ന്? സ്വർഗരാജ്യത്തിലേക്ക് കടക്കത്തില്ല എന്ന്. എന്നാൽ വേദപുസ്തകം ഒരിക്കലും അങ്ങനെ ഒരു ഇതിൽ അടിവരയിട്ട് പഠിപ്പിക്കുന്നില്ല. വേദപുസ്തകം എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം, കർത്താവ് താൻ സ്നേഹിച്ചവരെ ഒക്കെ അനുഗ്രഹിച്ചത് എങ്ങനെയാണ്? ധനവും സമ്പത്തും ആടുമാടുകളെയും സ്ഥാനമാനങ്ങളും ഒക്കെ നൽകിയ അനുഗ്രഹിച്ചത്. ഏറ്റവും വലിയൊരു ഭക്തനായിരുന്നു അബ്രഹാം പിതാവ്. മറ്റുള്ളവർക്കുള്ളതിലും അധികമായിട്ട് സമ്പത്ത് നൽകി തൻ്റെ ആടുമാടുകളെ കൊണ്ട് ദേശം നിറഞ്ഞ് ഒരുമിച്ച് പാർക്കുവാൻ കഴിയാതെ വണ്ണം സമ്പത്ത് നൽകിയാണ് ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചത്. മറ്റൊരു ഭക്തനായിരുന്നു ദാവീദ്. അധികാരവും സ്ഥാനമാനങ്ങളും സമ്പത്തും നൽകിയാണ് ദൈവം ദാവീദിനെ അനുഗ്രഹിച്ചത്. മറ്റൊരു ഭക്തനായിരിക്കുന്ന ഇയ്യോബിനാണെങ്കിൽ നഷ്ടപ്പെട്ടതിന് ഇരട്ടി സമ്പത്ത് നൽകി തന്നെയാണ് ദൈവം അവനെയും അനുഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ധനവാനായിരിക്കുന്നത് പാപമെന്ന്, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കത്തില്ല എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. വേദപുസ്തകം പക്ഷെ പറഞ്ഞു നിർത്തുന്ന ഒരു കാര്യമുണ്ട്. ഭാഗ്യസ്മരണാർഹനായിരിക്കുന്ന ഗീവർഗീസ് മാർ ഓസ്താത്തിയോസ് മെത്രാപ്പൊലിത്തയാണ് ഇതിന് വ്യക്തമായിരിക്കുന്ന ഒരു നിർവചനം നൽകുന്നത്. തിരുമേനി പറയുന്നത് ഇങ്ങനെയാണ്: ധനവാനായിരിക്കുന്നത് അല്ല പാപം, ദരിദ്ര ലോകത്ത് ധനവാനായിരിക്കുന്നതാണ് പാപം. ധനവാനായിരിക്കുന്ന മനുഷ്യൻ നിത്യനരകത്തിലേക്ക് പോകുന്നു. അവൻ്റെ പടിവാതിൽക്കലായിരിക്കുന്ന ലാസർ അബ്രഹാം പിതാവിൻ്റെ മടിയിലേക്ക് പോകുന്നു. എന്താ കാരണം? അവൻ ധനവാനായിരിക്കെ അവൻ്റെ പടിവാതിൽകൾ കിടക്കുന്ന ലാസറിനെ കാണുവാനായിട്ട് അവന് കഴിയാതിരുന്നതിനാലാണ് അവൻ എങ്ങോട്ട് പോകുന്നത്? നിത്യ നരകത്തിലേക്ക് പോകുന്നത്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ചെറിയ ചെറിയ ധനവാന്മാരാണ്. അതുകൊണ്ട് ഒരിക്കലും ദുഃഖിക്കേണ്ട. ധനവാനായിരിക്കുന്നത് അല്ല പാപം. പിന്നെ നമ്മൾ ധനവാന്മാരായിരിക്കുന്നത് നമുക്ക് പാപമായി തീരും. നമ്മുടെ മുന്നിൽ സ്വർഗം അടച്ചു കളയുന്ന പാപമായിട്ട് തീരും. എപ്പോഴാണെന്നറിയാമോ? നമ്മുടെ അടുപ്പിൽ മൃഷ്ടാന ഭോജനം ഒരുങ്ങവേ നമ്മുടെ അയൽവക്കത്തെ വീട്ടിൽ
ഒരു നേരം അടുപ്പ് പുകഞ്ഞില്ല എങ്കിൽ നമ്മൾ ധനവാനായിരിക്കുന്നത് സ്വർഗം നമ്മുടെ മുന്നിൽ അടച്ചു കളയുന്ന പാപമാണ്. നമ്മൾ ആരോഗ്യവാനായിരിക്കെ നമ്മുടെ അയൽവക്കത്തെ രോഗി ഒരു നേരം ഭക്ഷണം, ഒരു നേരം മരുന്ന് കഴിക്കുന്നില്ല എങ്കിൽ നമ്മൾ ധനവാനായിരിക്കുന്നത് സ്വർഗം നമ്മുടെ മുന്നിൽ അടച്ചു കളയുന്നതായ പാപമാണ്. പ്രിയമുള്ളവരെ, ദരിദ്ര ലോകത്ത് ധനവാനായിരിക്കാതെ ധനവാനായിരുന്ന് മറ്റുള്ളവരെ കരുതുന്നവരായിരിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ഒത്തിരി നല്ല ചടങ്ങുകൾ നമ്മൾ ക്രിസ്ത്യാനികളുടെ ഇടയിലുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഈ ചടങ്ങുകളൊക്കെ നമുക്ക് അപ്രത്യക്ഷമായിരിക്കുക. അങ്ങനെയുള്ള ഒരു ചടങ്ങാണ് പെട്ടി പൊട്ടിക്കുക എന്ന് പറയുന്ന ചടങ്ങ്. നമുക്ക് കേട്ടാൽ വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു ചടങ്ങ്. പണ്ട് കാലത്ത് നമുക്കറിയാം, എല്ലാ വീട്ടിലും 8-9 മക്കളൊക്കെയാണ്. ഇതിനകത്ത് 2-3 ആൺമക്കൾ കാണും, ബാക്കിയെല്ലാം പെൺമക്കളായിരിക്കും. ഈ ആൺമക്കളിൽ ആരെങ്കിലും ഒക്കെ ഗൾഫിലോട്ട് പോകും. തിരിച്ചു വരുമ്പോൾ 2 കയ്യിലും ഓരോ പെട്ടിയും പിടിച്ചോണ്ടാണ് വരുന്നത്. അവർ ലീവിന് വരുന്നതിന് മുമ്പ് തന്നെ പെങ്ങന്മാരെല്ലാം അമ്മയും നാത്തൂനെയും ഒക്കെ വിളിച്ചിട്ട് പറയും, ഞങ്ങൾ വന്നിട്ട് മാത്രമേ എന്ത് ചെയ്യാവൂ, ഈ പെട്ടി പൊട്ടിക്കാവൂ. ആങ്ങളയും അമ്മയും നാത്തൂനും ഒക്കെ ഈ പെങ്ങന്മാരുടെ എല്ലാവരുടെയും വാക്ക് അതേപോലെ തന്നെ ചെയ്യും. എല്ലാവരും വന്നു കഴിയുമ്പോൾ എല്ലാവരുടെയും നടുവിലേക്ക് ആ പെട്ടി എടുത്തു വെച്ചിട്ട് മാത്രമേ ഈ പെട്ടി തുറക്കത്തുള്ളൂ. തുറന്നു കഴിയുമ്പോൾ എന്തൊക്കെയാണ് കിട്ടുന്നത്? ഒരു ബെഡ്ഷീറ്റ് കിട്ടും, ഒരു സ്പ്രേ കിട്ടും, ഒരു സാരി കൂടി വന്നാൽ കിട്ടും, ഒരു ടർക്കി കിട്ടും, 2 ബ്ലേഡ് കിട്ടും. ഇത്രയൊക്കെ കിട്ടത്തുള്ളൂ. പക്ഷെ കൊണ്ടുവന്ന് കൊടുക്കുന്ന ആങ്ങളുടെ മനസ്സിലൊരു സന്തോഷമുണ്ട്, ഞാൻ എൻ്റെ പെങ്ങൾക്ക് ഇത്രയും കൊണ്ടുവന്ന് കൊടുത്തല്ലോ. മേടിക്കുന്ന പെങ്ങളുടെ മനസ്സിലും ഒരു സന്തോഷമുണ്ട്, എൻ്റെ ആങ്ങള ഗൾഫിൽ നിന്ന് എനിക്ക് ഇത്രയും കൊണ്ടുവന്ന് തന്നല്ലോ. ഇന്ന് എത്ര ഭവനങ്ങളില്ല ഈ ചടങ്ങ് നടക്കുന്നത്. ഇന്നത്തെ ചിന്താഗതി എന്ന് പറയുന്നത്, എനിക്കുണ്ടെങ്കിൽ ഞാൻ എടുത്തോളാം, നിനക്കുണ്ടെങ്കിൽ നീ എടുത്തോ, എൻ്റെ ഒന്നും ഞാൻ നിനക്ക് തരത്തില്ല, നിന്റെ ഒന്നും കൊണ്ട് എൻ്റെ വീട്ടിലോട്ട് കടക്കുകയും ചെയ്യരുത്. പ്രിയമുള്ളവരെ, ഈ രീതിയിലേക്ക് ഇന്നിൻ്റെ സമൂഹം മാറ്റപ്പെടുകയാണ്. എനിക്കുണ്ടെങ്കിൽ ഞാൻ എടുത്തോളാനും നിനക്കുണ്ടെങ്കിൽ നീ എടുത്തോളാം എന്നും, എൻ്റെ ഒന്നും ഞാൻ നിനക്ക് തരത്തില്ല, നിന്റെ ഒന്നും എനിക്ക് വേണ്ട എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് നമ്മൾ മാറ്റപ്പെടുകയാണ്. ഈ അവസരത്തിന്, ഈ ഒരു അവസ്ഥയ്ക്കാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകേണ്ടത്. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. പരിശുദ്ധമായിരിക്കുന്ന എൽദോ നോമ്പിലൂടെ കർത്താവിൻ്റെ ജനന പെരുന്നാളിനെ പ്രതീക്ഷയോടെ നാം കാത്തിരിക്കുമ്പോൾ ഈ നോമ്പ് നമ്മളോട് ആവശ്യപ്പെടുന്നത് ദൈവം ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ വരുത്തിയ ഈ 4 മാറ്റങ്ങളാണ്. നോമ്പ് നമ്മളോട് ആവശ്യപ്പെടുന്ന ഒന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത്, ഇതുവരെ നമ്മൾ അവകാശത്തിന് വേണ്ടി മാത്രം നിലനിന്നിരുന്നവരായിരുന്നുവെങ്കിൽ ഈ നോമ്പ് കഴിയുമ്പോൾ ഇനി നമ്മൾ അങ്ങനെ ആകരുത്. നമ്മൾ എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം? കർത്തവ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. കർത്തവ്യങ്ങൾ ചെയ്യുന്നവന് മാത്രമേ എന്തിനുള്ള യോഗ്യതയുള്ളൂ? അവകാശം അനുഭവിക്കുവാനുള്ള യോഗ്യതയുള്ളൂ. ഇതുവരെ നാം അവിശ്വാസത്തിൻ്റെ മക്കളായിരുന്നുവെങ്കിൽ പരിശുദ്ധ നോമ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ നാം എന്തായിരിക്കണം? ശക്തമായിരിക്കുന്ന വിശ്വാസത്തിൻ്റെ മക്കളായിട്ട് മാറുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. പ്രവർത്തിക്കുവാനായിട്ട് കടുകുമണിയോളം ഒരു വിശ്വാസമെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന ഒരു തമ്പുരാൻ നമ്മുടെ ഒപ്പമുണ്ട്. വിശ്വാസത്തിൻ്റെ ജനമായിട്ട് മാറുവാൻ നമുക്ക് സാധിക്കണം. ഇതുവരെ നാം അഭക്തിയുടെ മക്കളായിരുന്നുവെങ്കിൽ പരിശുദ്ധ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ ഭക്തിയുടെ, വിശ്വാസത്തിൻ്റെ, ഒരുക്കത്തിൻ്റെ, യോജിപ്പിൻ്റെ മക്കളായിട്ട് തീരുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ദൈവമെന്ന് പറയുന്നത് ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, മൂല്യമുള്ളവരായിട്ട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ഈ ദൈവിക സാന്നിധ്യം നമ്മെ ഉജ്ജ്വലിപ്പിക്കും. നേരെ മറിച്ചാണെങ്കിൽ ഇതേ സാന്നിധ്യം തന്നെ നമ്മെ കത്തിച്ചാമ്പലാക്കുകയും ചെയ്യും. 4മതായിട്ട് നാം ചിന്തിച്ചു, ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ കൂട്ടുവെക്കലിൻ്റെ മനോഭാവമുള്ളവരായിരുന്നുവെങ്കിൽ ഇനി നമ്മൾ മാറണം. എങ്ങനെയാണ് മാറേണ്ടത്? പങ്കുവെക്കലിൻ്റെ അനുഭവത്തിലേക്ക് മാറാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. അങ്ങനെ ഈ പരിശുദ്ധമായ നോമ്പിലൂടെ നമ്മുടെ ജീവിതത്തെ തന്നെ ക്രമീകരിച്ചുകൊണ്ട് മാറ്റത്തിൻ്റെ, രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലൂടെ ക്രിസ്തുവിന് ജനിക്കുന്ന ഇടങ്ങളായി നമ്മളെ തന്നെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവം തമ്പുരാൻ നമ്മെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു അവസരം നൽകിയ ഭദ്രാസന സുവിശേഷ സംഘ ഭാരവാഹികളോടും ഈ ഓൺലൈൻ മാധ്യമത്തിലൂടെ ഇത്രയും സമയം എന്നെ ശ്രദ്ധിച്ചിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദി, സ്നേഹം അറിയിക്കുന്നു. ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ചെങ്ങന്നൂർ ഭദ്രാസന സുവിശേഷ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന പ്രതിവാര ഓൺലൈൻ ധ്യാനം മുടക്കം കൂടാതെ എല്ലാ ആഴ്ചകളിലും നടത്തുവാൻ വേണ്ട എല്ലാ നേതൃത്വവും ഉപദേശങ്ങളും തന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന
ഭദ്രാസന മെത്രാപ്പോലിത്ത അഭിവന്യ മാത്യൂസ് മാർ തീമോത്തിയോസ് തിരുമേനിയോടുള്ള നന്ദി തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. അഭിവന്യ തിരുമേനിയോട് ചേർന്ന് ഈ ധ്യാനയോഗം നടത്തുവാൻ വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു തരുന്ന ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട മാത്യു എബ്രഹാം കാരക്കലച്ചനോടുള്ള നന്ദി അറിയിക്കുന്നു. ചെങ്ങന്നൂർ ഭദ്രാസന സുവിശേഷ സംഘം ഡയറക്ടറും മുൻ ഭദ്രാസന സെക്രട്ടറിയുമായിരുന്ന ബഹുമാനപ്പെട്ട തോമസ് കോക്കപ്പറമ്പിലച്ചൻ, ശാരീരിക ബുദ്ധിമുട്ടുകൾ കേവലം ശരീരത്തിന് മാത്രമാണെന്നും മനസ്സിനെ ബാധിക്കുകയില്ല എന്നും നമ്മെ പ്രവൃത്തിയിലൂടെ കാണിച്ചു തരുന്ന അച്ഛൻ്റെ നേതൃത്വം എന്നും ഭദ്രാസനത്തിനും സുവിശേഷ സംഘത്തിനും വളരെ ഊർജം പ്രദാനം ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട തോമസ് കാപ്പറമ്പിലച്ചനോടുള്ള നന്ദി അറിയിക്കുന്നു. ഇന്ന് ധ്യാനം നയിച്ച് നമ്മെ അനുഗ്രഹിച്ച ചെങ്ങന്നൂർ ഭദ്രാസന ബാലസമാജം വൈസ് പ്രസിഡൻറ്റും കുറിച്ചുമുട്ടം സെൻറ്റ് സ്റ്റീഫൻസ് പള്ളി വികാരിയുമായ ഫാദർ ജിജോ കെ ജോയി അച്ഛൻ ഇന്നത്തെ ധ്യാനയോഗത്തിൽ അനുഗ്രഹീതമായ പ്രഭാഷണത്തിൽ കൂടി പ്രാർത്ഥനയും പ്രവൃത്തിയും ധനവിനിയോഗം എങ്ങനെയായിരിക്കണം എന്നുള്ള ഉപദേശങ്ങളും തന്ന അച്ഛനോടുള്ള നന്ദി അച്ഛനോട് അറിയിക്കുന്നു. റിട്ടയർമെൻറ്റ് ചെയ്തിരുന്ന മേഖലയിൽ നിന്ന് ഉള്ള ഒരു താൽക്കാലിക പിന്മാറ്റവും താല്പര്യമുള്ള മേഖലകളിൽ കൂടുതൽ സമയം കണ്ടെത്തി പ്രവർത്തിക്കാനുള്ള അവസരവുമാണ് എന്ന് കാണിച്ചു തരുന്ന ഡോക്ടർ ജിബി ജോർജ് സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. സാറ് ഭദ്രാസന സുവിശേഷ സംഘം ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു. ഇന്ന് ഈ ധ്യാനയോഗത്തിലെ അനുഗ്രഹീതമായ ഗാനങ്ങൾ ആലപിച്ച് നമ്മെ അനുഗ്രഹിച്ച ഫിലോ സ്കൂൾ ഓഫ് ലിറ്റർജിക്കൽ മ്യൂസിക് വൈദിക ശ്രേഷ്ഠരോടുള്ള നന്ദി അറിയിക്കുന്നു. ഭദ്രാസന മീഡിയ വിങ് ചുമതലയിലുള്ള ഫാദർ റെന്നി തോമസ്, ഫാദർ ഒബിൻ ജോസഫ്, ഡീക്കൻ പോൾസൺ ജോൺ എന്നിവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഭദ്രാസന സുവിശേഷ സംഘം ജോയിൻറ്റ് സെക്രട്ടറി ഡോക്ടർ ബിൻസി റെജി, മറ്റു ആത്മീയ സംഘടനാ ഭാരവാഹികൾ എന്നിവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഈ സാഹചര്യത്തിൽ ലോകത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും ഇരുന്നു കൊണ്ട് ഈ ധ്യാനയോഗം ഓൺലൈനായി ദർശിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിച്ച എല്ലാ വിശ്വാസികളോടുള്ള നന്ദി ഒറ്റവാക്കിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. തൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായിരിക്കുന്നു ബലവാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനുരകളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ഒന്നവൻ പരിപാലിക്കുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഇനങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന മശിയ രാജാവേ നിനക്ക് സ്തുതി. പാറയ്ക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ണു സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.
ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നിങ്ങൾക്ക് തരണമേ. ഞങ്ങൾ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ഞങ്ങളെ രക്ഷയുള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യ ശക്തിയും മഹത്വമേ നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോട് കൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവതമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ബാറയ്ക്കുമോർ ബർബറന്മാരും ദൈവമില്ലാത്തവരും ആത്മാക്കളുടെ സാക്ഷാൽ വൈദ്യൻ നീ മാത്രമാകുന്നുവെന്ന് നിന്നെ തിരിച്ചറിയുവാനും നിങ്ങൾ അഭയം പ്രാപിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. ദേവാനായ കർത്താവെ, ഞാൻ നിന്നെ വെറുപ്പിക്കുകയും ശത്രുവിനെ അനുസരിക്കുകയും ചെയ്തിട്ടുള്ളത് അല്പമൊന്നുമല്ലെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നതിനാൽ എന്നോട് നീ കരുണ ചെയ്യണമേ. ഇതാ ഞാൻ മരിച്ചവനായിരിക്കുന്നു. മനുഷ്യൻ കരുണയില്ലാത്തവനായിരിക്കാതെ അന്യോന്യം കരുണ ചെയ്യണമെന്ന് നീ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് അവരെ കരുണയും ദൈവമുള്ളവനെ എൻ്റെ മേൽ കൃപയുണ്ടാകണമേ. നിങ്ങൾ സാധ്യമല്ലാത്തത് ഒന്നുമില്ലെന്ന് നീ കരുണയുടെ ഉടയവനാകുന്നുവല്ലോ. എൻ്റെ ഹൃദയവും എൻ്റെ ജഡവും ഞെരുക്കത്തിലിരിക്കുന്നത് കൊണ്ട് എന്നോട് ഉത്തരമരുളി ചെയ്യണമേ. കരുണയുള്ള കർത്താവേ, ജീവിപ്പാൻ നിവൃത്തിയില്ലാതെ വണ്ണം ഞാൻ ആയിത്തീർന്നിരിക്കുന്നതിനാൽ നീ എന്നെ ജീവിപ്പിക്കണമേ. ഞാൻ സർവ്വശിക്ഷകൾക്കും യോഗ്യനാണെന്ന് എനിക്കറിയാം. ഇനി അകൃത്യങ്ങൾക്ക് വേണ്ടി ഉത്തരം പറയുവാൻ ന്യായമായ വിധത്തിൽ ഞാൻ യോഗ്യനല്ല. എന്നെക്കുറിച്ച് വിലപിക്കുന്നതിന് ഭൂലോകത്തെ മുഴുവനും ഞാൻ വിളിച്ചാലും സാധ്യമല്ല. അതിനാൽ കർത്താവേ, നിന്റെ കരുണയോട് ഞാൻ സങ്കടം ബോധിപ്പിക്കുകയും നിന്റെ കൃപയോട് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിന്റെ കോപത്താൽ എന്നെ ശാസിക്കരുതേ, നിന്റെ ക്രോധത്താൽ എന്നെ ശിക്ഷിക്കുകയും അരുതേ. നീതിയുള്ള ശിക്ഷാവിധിയാൽ എന്നെ നീ അതിവേദനപ്പെടുത്തരുതേ. ഞാൻ എല്ലാ മനുഷ്യരേക്കാൾ മഹാഭാവിയാകുന്നുവെന്ന് ഏറ്റുപറയുന്നു. ഇനി എന്ത് ചെയ്യേണ്ടു എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എവിടേക്ക് ഓടി ഒളിക്കേണ്ടു? നിന്റെ സന്നിധിയിൽ നിന്ന് ഞാൻ എവിടെ മറഞ്ഞിരിക്കേണ്ടു? എനിക്ക് വേണ്ടി നിന്നോട് പ്രാർത്ഥിപ്പാൻ ആരുള്ളൂ? ആകാശത്തിലേക്ക് നോക്കുവാൻ എനിക്ക് ധൈര്യമില്ല. സങ്കടമുള്ള ഹൃദയത്തോടും വിനയമുള്ള ആത്മാവോടും കൂടെ ആ ചുങ്കക്കാരനെ പോലെ ഞാൻ നിന്റെ അടുക്കൽ നിലവിളിക്കുന്നു. ആ മുടിയനായ പുത്രനെ കൈക്കൊണ്ടതുപോലെ എന്നെ നീ കൈക്കൊള്ളണമേ. നിന്നെ ഉപേക്ഷിച്ച് പറഞ്ഞ ശമോനയോട് നീ നിരപ്പായതുപോലെ എന്നോട് നീ നിരപ്പാകണമേ. എൻ്റെ കർത്താവേ, നിന്റെ തിരുശരീരം എന്നെ ഭക്ഷിപ്പിക്കുകയും നിന്റെ തിരുരക്തം എന്നെ കുടിപ്പിക്കുകയും നിന്റെ പരിശുദ്ധ തിരുനാമം എൻ്റെ മേൽ വിളിക്കപ്പെടുകയും ചെയ്തുവല്ലോ. നീ എന്നെ അന്ധകാരത്തിൽ വസിപ്പാൻ വിട്ടുകളയരുതേ. ഞാൻ നരകാഗ്നിക്ക് ഓഹരിക്കാരനായി തീരരുതേ. ദുഷ്ടന്മാരോടുകൂടെ കരുണയില്ലാത്ത അതിവേദന ഞാൻ അനുഭവിക്കുമാറാകരുതേ. എന്നാലോ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ, നിന്റെ തിരുവിഷ്ടപ്രകാരം നടന്നിട്ടുള്ള പരിശുദ്ധന്മാരോടുകൂടെ എന്നേക്കും നിനക്ക് സ്തുതി പാടുവാൻ എന്നെ യോഗ്യനാക്കണമേ. ആമേൻ. മാതാവ് വിശുദ്ധന്മാരെന്നിവർ തൻ പ്രാർത്ഥനയാൽ സ്വർഗപിതാവിന്റെ ഏകസുതാ വചനപദാൻ രാജാധീശ നിന്നെ വാഴ്ത്തും ഞാൻ. സഹജമതായ പ്രതിരഹിത കാരുണ്യത്താൽ മാർത്യൻ മാർദൻ വർഗത്തിന് മുഴുവൻ ജീവനതും രക്ഷയുമേകാനാഗതനായി വിമലത ശുചിയും ഇവയുള്ള മഹിമാവിയലും ദൈവജനത്രേ കന്യകയാം അറിയാമിന്നും ഭേദമതന്നെ മാനവനായി ക്രൂശിതനായ ഞങ്ങൾക്കുടയോ നാമശിഹ നിജമൃതിയാലിവർ തൻ മൃതിയെ മെതിച്ചു നിഗണിച്ചോനെ അപരിപാവന തൃത്വൈക സുപിതാവോടൊപ്പം ജീവനിടും റുക്കുദിശാസഹിതം വന്ദിതനെ പരികീർത്തിതനെ കൃപ ചെയ്യണം. സ്വർഗസ്ഥപിതാവാം ദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ലോകരക്ഷിതാവായ ദൈവോത്ര, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. പരിശുദ്ധ റൂഹായാം ദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഏകപരിശുദ്ധാത്രിത്വമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധന്മാരായ നിബിയന്മാരെ,
ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ സ്ലീഹന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മസിഹായെ പ്രതി രക്തസാക്ഷികളായ സഹദേന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധനായ പരബ്രമാർ ഗ്രിഗോറിയോസ് തിരുമേനി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധനായ മോർ ഗീവർഗീസ് സഹദാ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നാളെ വരെയും ദൈവത്തെ പ്രീതിപ്പെടുത്തിയ പുണ്യവാന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബറക്കുമോർ തലമുറ തലമുറയായി ഞങ്ങളെ സ്നേഹിച്ച് വഴി നടത്തുന്ന ഞങ്ങളെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ബുധനാഴ്ചയുടെ തമ്പുരാനെ മധ്യാഹ്ന സമയത്ത് നിന്റെ സന്നിധിയിൽ ഒരുമിച്ച് ആയിരിക്കുവാനും ദൈവമേ നിന്റെ ജീവനുള്ള വചനങ്ങളെക്കുറിച്ച് ധ്യാനിക്കുവാനും നിന്റെ നാമത്തെ ആരാധിക്കുവാനും നിന്റെ പൊന്നു തിരുനാമം വിളിച്ചപേക്ഷിക്കുവാനും നാഥ അവിടുന്ന് ഞങ്ങൾക്ക് ഒരുക്കി നൽകിയ എല്ലാ കൃപയും ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ നിന്നെ സ്തുതിക്കുന്ന നാഥ സ്തോത്രം ചെയ്യുന്നു. തമ്പുരാനെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇത്രത്തോളം ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തിയ എല്ലാ കൃപയും ഓർത്ത് നിന്നെ സ്തുതിക്കുന്നു നാഥ. ഞങ്ങളുടെ ജനനം മുതൽ ആയുസിൻ്റെ ഇത്രത്തോളം നാൾ ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഒക്കെ ദൈവമേ അവിടുന്ന് ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന എല്ലാ കൃപയും ഓർത്ത് നിന്നെ സ്തുതിക്കുന്നു നാഥ. ദൈവം നൽകിയതല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കൊന്നുമില്ല, നീ നാം തന്നതല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല എന്നുള്ളൊരു ബോധ്യത്തോടുകൂടെ ദൈവമേ നിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് നിന്നെ സ്തുതിക്കുവാൻ തക്കവണ്ണം ഒരുക്കമുള്ളൊരു മനസ്സ് ഞങ്ങൾക്ക് അവിടുന്ന് ഒരുക്കി നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് നാഥ. തമ്പുരാനെ നിൻ്റെ കൃപ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് നിറയ്ക്കണമേ, നിൻ്റെ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ മനസ്സിനെ അവിടുന്ന് നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് നാഥ. പ്രത്യേക ഞങ്ങളുടെ സഭയെ ദൈവമേ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രതിസന്ധിയുടെയും പ്രതികൂലതയുടെയും മധ്യത്തിലൂടെ ദൈവമേ നിൻ്റെ മണവാട്ടിയായിരിക്കുന്ന സഭ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഭിത്തിയെ ബലപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവമേ നിൻ്റെ പരിശുദ്ധാത്മശക്തി അത് നിറഞ്ഞു നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് നാഥ. തമ്പുരാനെ അതിനെ അതിജീവിക്കുവാൻ തക്കവണ്ണം നിൻ്റെ കൃപ നിൻ്റെ സഭയിൽ നിറഞ്ഞു കവിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന പിതാക്കന്മാരെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു നാഥ. പരിശുദ്ധ ബാവാതിരുമേനിയെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ ബലഹീനതയെ ശക്തിപ്പെടുത്തുന്നതായ നിൻ്റെ കൃപ കൊണ്ട് ദൈവമേ അവിടുത്തെ അഭിഷിക്തനെ അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. സഭയിലെ എല്ലാ ഭദ്രാസനങ്ങളെയും ഭദ്രാസന മെത്രാപ്പോലീത്തന്മാരെയും തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേക അടിയങ്ങളുടെ ഭദ്രാസനത്തെ ദൈവമേ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നാഥ. ഒരു കെട്ടോട് ഒരു മനസ്സോടുകൂടെ ദൈവമേ തിരുനാമ മഹത്വത്തിന് വേണ്ടി നിലനിൽക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഭദ്രാസനത്തെ അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. നേതൃത്വം നൽകിയിരിക്കുന്ന തിരുമേനിയെ തമ്പുരാനെ ശാരീരികമായും മാനസികമായും കൃപകൾ കൊണ്ട് ദൈവമേ അവിടുന്ന് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭദ്രാസനത്തിലെ എല്ലാ ഇടവകളെയും ദൈവമേ പേരുപേരായിട്ട് നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ ഇടവകളിലെ എല്ലാ കുടുംബങ്ങളെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് നാഥ. ഇടവകൾക്ക് നേതൃത്വം നൽകുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ നിൻ്റെ ആടുകൾക്ക് നല്ല വഴി കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം തമ്പുരാനെ ബലമുള്ളൊരു മനസ്സുകൊണ്ട് ഇടയന്മാരെ അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് നാഥ. തമ്പുരാനെ എല്ലാ കുടുംബങ്ങളെയും തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവികമായിരിക്കുന്ന കൃപയും സ്നേഹവും സമാധാനവും കൊണ്ട് ദൈവമേ എല്ലാ കുടുംബങ്ങളെയും അവിടുന്ന് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് നാഥ. പ്രത്യേകാൽ രോഗികളായിട്ട് ഞങ്ങളുടെ അറിവിലും പരിചയത്തിലുമുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യൻ അവിടുന്ന് ആകുന്നുവല്ലോ. നീ തൊട്ടവരും നിന്നെ തൊട്ടവരും സൗഖ്യമാകുന്നുവെന്ന് തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുന്നുവല്ലോ. തമ്പുരാനെ ഞങ്ങളുടെ രോഗികളായിരിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് തൊട്ടുകൊണ്ട് നിൻ്റെ മക്കൾക്ക് ദൈവമേ അവിടുന്ന് സൗഖ്യത്തിൻ്റെ അനുഭവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാ. ക്യാൻസർ രോഗം മൂലം ദൈവമേ രോഗത്തിലായിരിക്കുന്ന അനേകം ആളുകളുണ്ട്. ഹൃദയ സംബന്ധമായിരിക്കുന്ന അസുഖങ്ങൾ മൂലം വേദനയിലായിരിക്കുന്ന അനേകം ആളുകളുണ്ട്. ശാരീരികമായിരിക്കുന്ന വേദനകൾ മൂലം കണ്ണുനീരൊഴുക്കുന്ന അനേകം മക്കളുണ്ട് നാഥ. തമ്പുരാനെ എല്ലാ രോഗികളെയും ഉറച്ച വിശ്വാസത്തോടുകൂടെ ഞങ്ങൾ വിളിക്കുമ്പോൾ അവിടുന്ന് തൊട്ട് സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് നാഥ. നിൻ്റെ കൃപകൾ കൊണ്ട് ദൈവമേ അവിടുന്ന് നിറയ്ക്കണമേ. ശാരീരികമായിരിക്കുന്ന രോഗത്തിൻ്റെ വേദനകളെ സഹിക്കുവാൻ തക്കവണ്ണം തമ്പുരാനെ ഒരുക്കമുള്ള മനസ്സ് നിൻ്റെ മക്കൾക്കായിട്ട് അവിടുന്ന് ഒരുക്കി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തും. എൻ്റെ സഹായക്കാരൻ എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് വരും. തമ്പുരാനെ ആ വിശ്വാസത്തോടുകൂടെ ജീവിതത്തിൽ ഓരോ ചുവടും വയ്ക്കുവാൻ തക്കവണ്ണം നിൻ്റെ ദാസരെ അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു.
പരീക്ഷയിലൂടെ കടന്നു പോകുന്ന മക്കളെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നാഥ. പ്രത്യേകം ഈ സാഹചര്യത്തിൽ ഓൺലൈൻ പഠന രീതികളിലൂടെ കടന്നു പോകുമ്പോൾ തമ്പുരാനെ തെറ്റിപ്പോകുവാനായിട്ട് ഒരു കുഞ്ഞിനും ഇടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. നിൻ്റെ കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ. നല്ല സ്വഭാവം നൽകി ദൈവമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടുന്ന് വളർന്നു വരുവാൻ തക്കവണ്ണം അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് നാഥ. നിൻ്റെ കൃപയും അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ. പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്ന മക്കളെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക യൂണിവേഴ്സിറ്റി എക്സാമുകൾക്കായിട്ട് ഒരുങ്ങുന്ന എല്ലാ മക്കളെയും തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു നാഥ. നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് തമ്പുരാനെ പഠിച്ച കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പരീക്ഷ എഴുതുവാൻ തക്കവണ്ണം ഞങ്ങളുടെ എല്ലാ മക്കളെയും ദൈവമേ അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ അധ്വാനത്തിനൊത്തവണ്ണം നിൻ്റെ സന്നിധിയിൽ നിന്ന് നല്ല വിജയങ്ങൾ നൽകി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. തമ്പുരാനെ മദ്യത്തിന് മയക്കുമരുന്നിന് അടിമകളായിരിക്കുന്നവരെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അതുമൂലം സമാധാനമില്ലാത്ത അവരുടെ കുടുംബങ്ങളെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു നാഥ. വിടുതൽ നൽകി ദൈവമേ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് നാഥ. ആ കുടുംബങ്ങളിലുള്ളവരുടെ കണ്ണുനീരിനെ ദൈവമേ അവിടുന്ന് കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ ആ കുടുംബങ്ങളെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിച്ചുകൊണ്ട് സന്തോഷപൂർവ്വം ഒരുമിച്ച് ദൈവമേ മദ്യത്തിൻ്റെ കൈകളിൽ നിന്ന് വിടുതൽ നേടി നിൻ്റെ ആലയത്തിലേക്ക് കടന്നു വന്ന് നിന്നെ സ്തുതിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് നാഥ. തമ്പുരാനെ പണിയപ്പെടുന്നതായ എല്ലാ ഭവനങ്ങളെയും തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യഹോവ വീട് പണിയുന്നില്ല എങ്കിൽ പണിയുന്നവ വൃഥ അധ്വാനിക്കുന്നുവെന്നും യഹോവ പട്ടണം കാക്കുന്നില്ല എങ്കിൽ കാവൽക്കാർ വൃഥ ജാഗരിക്കുന്നുവെന്നും തിരുവചനം പഠിപ്പിക്കുന്നുവല്ലോ. തമ്പുരാനെ നീ പണിയുന്ന ഭവനങ്ങളായി ഞങ്ങളുടെ മക്കളുടെ എല്ലാ പണിയപ്പെടുന്ന ഭവനങ്ങളെ അവിടുന്ന് ആക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. വിദേശത്തും സ്വദേശത്തും ജോലിയിലായിരിക്കുന്ന എല്ലാ മക്കളെയും തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേക തമ്പുരാനെ കൊറോണ വ്യാപനത്തിൻ്റെതാകുന്ന ഈ സമയത്ത് ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ദൈവമേ നിൻ്റെ കരങ്ങൾക്കുള്ളിൽ നിൻ്റെ മക്കളെ അവിടുന്ന് കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് നാഥ. ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടുകൂടെ നിറവേറ്റിക്കൊണ്ട് നല്ലവനും വിശ്വസ്തനുമായ ദാസ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നുകൊണ്ട് ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കുമെന്നുള്ള ദൈവ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ എല്ലാ മക്കളെയും അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. തമ്പുരാനെ വാർദ്ധക്യത്തിൽ വീണുപോകാതെ ഇരിക്കുവാൻ അവിടുന്ന് നിന്റെ മക്കളുടെ അസ്ഥിക്ക് ബലം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് നാഥ. അവസാന ശ്വാസം വരെയും സ്വന്തം കാര്യം സ്വയമായി നിർവഹിക്കുവാൻ തക്കവണ്ണം ദൈവമേ നിൻ്റെ ദാസരെ അവിടുന്ന് ബലപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. കൊച്ചു കുഞ്ഞുങ്ങളെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ദൈവമേ ഞങ്ങളുടെ എല്ലാ കൊച്ചു കുഞ്ഞുങ്ങളെയും തൃക്കരങ്ങളിലേക്ക് തമ്പുരാനെ അവിടുന്ന് കാത്ത് സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് നാഥ. ബാല്യാരിഷ്ടതകളിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളുടെ എല്ലാ പിഞ്ചു കുഞ്ഞുങ്ങളെയും ദൈവമേ അവിടുന്ന് കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാതെ വേദനയിലും നിരാശയിലുമായിരിക്കുന്ന ദമ്പതികളെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. തമ്പുരാനെ ഉദരബലം ദൈവത്തിൻ്റെ ദാനമാകുന്നു എന്നുള്ളൊരു ബോധ്യം ഞങ്ങൾക്കുണ്ട് നാഥ. തമ്പുരാനെ അടഞ്ഞ ഗർഭപാത്രങ്ങളെ തുറക്കുവാൻ എൻ്റെ ദൈവത്തിന് ശക്തിയുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തമ്പുരാനെ അവിടുന്ന് നിൻ്റെ മക്കളുടെ പ്രാർത്ഥനകളെ കേട്ടുകൊണ്ട് ദൈവമേ അവിടുന്ന് നിൻ്റെ മക്കളുടെ ഉദരത്തെ തുറന്ന് അനുഗ്രഹമുള്ള സന്തതികളെ അവിടുന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. തമ്പുരാനെ അവിടുത്തെ മുൻപാകെ തലകൾ കുനിച്ചിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും ദൈവമേ നിൻ്റെ മുൻപാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നാഥ. തമ്പുരാനെ നിനക്കുള്ളവരായി ഈ ലോകത്തിലായിരിക്കുവാൻ തക്കവണ്ണം, നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നവരായി ഈ ലോകത്തിലായിരിക്കുവാൻ തക്കവണ്ണം, മറ്റുള്ളവർക്ക് നിൻ്റെ നാമത്തെ നിൻ്റെ മുഖത്തെ കാണിച്ചു കൊടുക്കുന്നവരായിട്ടായിരിക്കുവാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് നാഥ. ഞങ്ങളെ വാങ്ങിപ്പോയരെ ഇമ്പങ്ങളുടെ പറുദീസയിൽ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും നിൻ്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. രക്ഷിതാവായ പുത്രാ നിന്റെ ജയമുള്ള സ്ലീബായ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റുവാസിന്റെ കുടിയിരിപ്പിന്റെ ഭവനങ്ങളായി ഞങ്ങളെ ചമയ്ക്കണമേ. ദൈവമായ കർത്താവേ, നേരമൊക്കെയും കാലമൊക്കെ എല്ലാ സമയത്തും ദൈവത്തിന് ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമേൻ. ബറക്കുമോർ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീയമായിരിക്കുന്ന ഈ ശുശ്രൂഷയെ ഞങ്ങളോട് ചേർന്ന് സംബന്ധിച്ചവരായ നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങൾക്കും വിശ്വാസികളായി നിങ്ങളെ വാങ്ങിപ്പോയവർക്കും ആശ്വാസം നൽകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, കുറവുള്ളതും കുറ്റമുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ തമ്പുരാനെ അവിടുത്തെ സ്വർഗീയ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി ആക്കി തീർക്കണമേ. ആബോ അബ്രോ റൂഹോ കാദീശോ
ഹോശോ അബുക്കുല സുബാലവൽ മീൻ ആമേൻ. കുറിയലായിസോൻ കുറിയലായിസോൻ. ഞങ്ങളെ കർത്താവേ ഞങ്ങളോട് ഞങ്ങളെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളെ കർത്താവേ ഉത്തരവല്ലി ചെയ്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളെ കർത്താവേ നിനക്ക് സ്തുതി. എന്നേക്കുള്ള ശരണവുമേ നിനക്ക് സ്തുതി. ബാറക്കുമോ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന ത്രിദൈവത്തിന് കൃപയും അനുഗ്രഹങ്ങളും ശാന്തിയും സമാധാനവും തമ്പുരാനെ പറ്റി അമ്മയുടെ എല്ലാ പുണ്യവാന്മാരുടെയും മധ്യസ്ഥയും കാവലും പ്രാർത്ഥന സഹായങ്ങളും അവിടുത്തെ ദാസുരാരാധന ഞങ്ങളെല്ലാവരുടെ മേലും ആരെല്ലാം ഓർത്ത് പ്രാർത്ഥിച്ച പ്രിയപ്പെട്ടവരുടെ മേൽ ദൂരെയും ചാര്യമായ ദിവന സുരക്ഷയിൽ പങ്കെടുത്ത എല്ലാവരുടെ മേലും ഇപ്പോഴെപ്പോഴും നേക്കുണ്ടാകുമാറാകണമേ. ആമേൻ.